सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतो वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। श्री दक्षिणामूर्तये नमः। श्री गुरुभ्यो नमः। हरिः ओम्। സനാതന ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രം അത് അദ്വൈത ദർശനമാണ് എന്ന് പറഞ്ഞു. അദ്വൈത ദർശനം എന്നത് കേവലം ഒരു ഫിലോസഫി അല്ല, മറിച്ച് അതാണ് യഥാർത്ഥമായ സത്യം, റിയാലിറ്റി ആണ്. അങ്ങനെയുള്ള ആ സത്യത്തെ ഒരു ജീവിതത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് മറ്റ് സാധനങ്ങളൊക്കെ, മറ്റനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് നാം ജീവിക്കുന്നത്? ജീവിതം കൊണ്ട് പ്രാപ്യമാകുന്ന ഉദ്ദേശം അത് സുഖമാണ്. സുഖത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം പോകുന്നത്. ഏതൊക്കെ സാധനങ്ങളിൽ നിന്ന് സുഖമുണ്ടാകും, എന്തൊക്കെയാണ് സുഖത്തിൻ്റെ ഉപായങ്ങൾ എന്ന് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലതൊക്കെ സുഖമാണ് എന്ന് കരുതി അത് സ്വീകരിക്കുന്നു, അതിനെ പ്രയോഗിക്കുന്നു. പലപ്പോഴും അതിൽ നിന്ന് വീണ്ടും ദുഃഖമുണ്ടാകുമ്പോൾ അതിനെ മാറ്റുന്നു, പിന്നെ മറ്റൊന്ന് പ്രയോഗിക്കും. അങ്ങനെ ജീവിതത്തിലുടനീളം
നിരന്തരം മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. മാറ്റാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അതൃപ്തിയാണ്. ഒരു വസ്തുവിൽ നിന്നുണ്ടായ ആനന്ദം, സുഖം പൂർണ്ണമല്ല എന്ന് അനുഭവിക്കുമ്പോൾ മറ്റൊന്നിൽ നിന്ന് ആ പൂർണ്ണ ആനന്ദം ലഭ്യമാകും എന്ന് തെറ്റിദ്ധരിച്ച് അതിനായി പ്രവർത്തിക്കും. അങ്ങനെയാണ് നാം ഓരോരുത്തരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ അനന്തമായ സുഖം എവിടെ കിട്ടുമെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതിന് അനേകം ഉപായങ്ങൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ, ലൗകിക ഉപായങ്ങൾ മാത്രം മതിയാകുന്നില്ല എന്ന ഒരു അവ്യക്തമായ വെളിപാട് നമുക്കുണ്ടാകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതല്ലാതെ എന്തോ മറ്റൊന്നുകൂടി ഉണ്ട്, നമ്മൾ ഈ ചെയ്തതും അനുഭവിച്ചതും അല്ലാതെ മറ്റെന്തോ അനുഭവിക്കാനുണ്ട്, നാം പഠിച്ചതും അറിഞ്ഞതും അല്ലാതെ മറ്റെന്തോ പഠിക്കാനും അറിയാനും ഉണ്ട് എന്നൊക്കെ ഇടയ്ക്കെങ്കിലും നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ്, അങ്ങനെ ഇടയ്ക്ക് തോന്നുന്ന ഒരവസരത്തിലാണ് ചില വിജ്ഞാപനങ്ങളൊക്കെ, പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുക. സത്സംഗങ്ങളെ കുറിച്ചും അതുപോലെ ഗീതാ യജ്ഞങ്ങളെക്കുറിച്ചും ഭാഗവത സപ്താഹങ്ങളെക്കുറിച്ചും ചിലപ്പോൾ വേദം പഠിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ കേൾക്കാനിട വരിക. അപ്പോൾ നമുക്ക് തോന്നും, എന്നാൽ പിന്നെ ഇതായിരിക്കും നമ്മൾ മിസ്സാക്കുന്ന ഉപായം എന്ന് തോന്നും. ഇപ്പം ലൗകിക ഉപായങ്ങളൊക്കെ പരമാവധി പരീക്ഷിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുക. കാരണം ഒരു സംശയം മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്, എവിടെ എന്തോ ഒരു കുറവുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നു, സമ്പാദിക്കേണ്ടതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ ചെയ്തിട്ടും എല്ലാം ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അതിനൊട്ട് ഉപായം കാണുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാൻ ഇടവരിക. ഇപ്പോഴാണെങ്കിൽ അത്തരം സത്സംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഓൺലൈനായിട്ടും ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തതിന് ശേഷം അവശേഷിക്കുന്ന സമയത്ത് അത്തരം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ചെയ്യാം. അതൊക്കെ സയൻസിൻ്റെ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നു, അതിൽ നിന്നൊക്കെ എന്തൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നു. ചിലതൊക്കെ കേൾക്കുമ്പോൾ നല്ലതാണ് എന്ന് തോന്നുന്നു, എന്തോ നല്ല കാര്യം പറയുകയാണ്, നമുക്ക് വേണ്ടതാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്, അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ അവിടെ ഈ തെരഞ്ഞുപോയ ഉപായങ്ങൾ ലോകത്തിലെങ്ങും പ്രാപ്യമാകാതെ വരുന്നൊരവസ്ഥയുണ്ട് എന്ന് ഇപ്പോഴല്ല കണ്ടെത്തിയത്. ഇത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നമ്മുടെ മാമുനിമാര്, മഹർഷിമാര് അവർ കണ്ടെത്തിയിരുന്നു. മനുഷ്യന് കൊടുത്ത വിശേഷ ബുദ്ധി, എല്ലാം അന്വേഷിച്ചറിയാനുള്ള ബുദ്ധി, പൂർവാപര കാലങ്ങളൊക്കെ ചിന്തിച്ച് ഭൂതഭാവികളൊക്കെ ചിന്തിച്ചറിയാനുള്ള ബുദ്ധി, അതൊരു വേളയിൽ
ഇങ്ങനെ ഒരു അന്വേഷണത്തിന് കൂടി തയ്യാറാകാൻ സാധ്യതയുണ്ട് എന്ന് മാമുനിമാര് അറിഞ്ഞിരുന്നു. അവരുടെ ദീർഘദൃഷ്ടി കൊണ്ട്, ദിവ്യജ്ഞാനത്തിൽ അവർ അറിഞ്ഞിരുന്നത് കൊണ്ട് അവർക്കുണ്ടായ വെളിപാടുകളൊക്കെ ഇങ്ങനെ വരുന്ന ജിജ്ഞാസുക്കളായിട്ടുള്ള മനുഷ്യർക്ക് ഉപയോഗത്തിനായി വരട്ടെ എന്ന് ചിന്തിച്ച് അതൊക്കെ അവരെ എഴുതി വച്ചു ഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ. അങ്ങനെ അവർക്ക് തന്നെ ദിവ്യമായുണ്ടായ ഒരു വലിയ വെളിപാടാണ് നമ്മുടെ ഈ 4 വേദങ്ങൾ. ഋഷിമാരുടെ മനസ്സിൽ മന്ത്രദ്രഷ്ടാരോ ഋഷയ എന്ന് പറയും. അങ്ങനെ മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള ഋഷിമാരുടെ സാത്വിക അന്ധക്കരണത്തില് സ്ഫുരിച്ചതായിട്ടുള്ള വേദസൂക്തങ്ങൾ, നിത്യമായിട്ടുള്ള ആ വേദസൂക്തങ്ങൾ അവരുടെ മനസ്സില് അന്ധക്കരണത്തില് സ്ഫുരിക്കുന്നു. അത് മന്ത്രങ്ങളുടെ രൂപത്തിൽ, സൂക്തങ്ങളുടെ രൂപത്തിൽ ചൊല്ലിക്കൊടുത്ത് ഓത്ത് പരമ്പരയിലൂടെ അതങ്ങനെ തുടർന്നു വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലൗകിക ഉപായങ്ങളോ ഒന്നും സഹായിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനൊരു അലൗകിക ഉപായത്തെക്കുറിച്ച് നാം അന്വേഷിക്കുന്നത് എന്നാണ്, അല്ലേ? അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. പ്രത്യക്ഷേണ അനുമിത്യാവ യസ്തുപായോ ന വിദ്യതേ ഏതം വിന്ദന്തി വേദേന തസ്മാത് വേദസ്യ വേദത എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തുടർന്നു വരുന്ന വേദത്തിൻ്റെ ആ സ്വരൂപം പ്രത്യക്ഷമായിട്ടും അനുമാനം കൊണ്ടും അറിയാൻ കഴിയാത്ത ആ ഉപായത്തെ നമുക്ക് പറഞ്ഞു തരുന്നത് വേദമാണ് എന്ന് പറഞ്ഞു. വേദം സനാതന ധർമ്മത്തിൻ്റെ ആധാര ഗ്രന്ഥങ്ങളായിരിക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളാണ്. പുരുഷാർത്ഥങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപിക്കേണ്ടത് എന്നർത്ഥം. നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതൊക്കെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് ഉള്ള 4 വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നൊക്കെ. അത് ഒരു പുരുഷായുസ്സിൽ സാധിക്കാൻ പറ്റുന്ന രീതിയിൽ ജീവിതം വ്യവസ്ഥിതമാക്കണം. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. അതിന് യോഗ്യരാക്കി തീർക്കണം നമ്മെ. അപ്പൊ അതിന് യോഗ്യരാക്കി തീർക്കാൻ, അതെല്ലാം പ്രാപിക്കാൻ യോഗ്യരായി തീരണമെങ്കിൽ ജീവിതവും വ്യവസ്ഥിതമാക്കണം. ജീവിതത്തിൽ സമയം കണ്ടെത്തണം അതിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ഒരാളുടെ ജീവിതം അങ്ങനെ വ്യവസ്ഥിതമായി പോകണമെങ്കിൽ ആ കുടുംബത്തിൽ, അയാൾ ജീവിച്ചു വളരുന്ന കുടുംബത്തിലും ആ വ്യവസ്ഥ ഉണ്ടാകണം. ആ നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ പ്രാപിച്ചു വരണം. അങ്ങനെ കുടുംബങ്ങളൊക്കെ വ്യവസ്ഥിതമായി പോകണമെങ്കിൽ, ശാന്തമായിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാൻ കഴിയണമെങ്കിൽ സമൂഹവും അങ്ങനെയായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ സംഘർഷങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകും. അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടായാൽ വഴിയെ നമ്മൾ ഓരോരോ നിയമങ്ങൾ ത്യജിക്കും. കാരണം എന്നും ഒരു വിപരീത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ നാം ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. സമൂഹം അതിനെ അംഗീകരിക്കുന്നില്ല, ആദരിക്കുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാലാന്തരത്തിൽ അതിനെ ഉപേക്ഷിക്കുക പതിവാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും സമൂഹത്തിൽ അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ശരിയാണോ വേണ്ടതാണോ എന്നുള്ളതൊക്കെ വേറെ രീതിയിൽ ചിന്തിക്കുമ്പോൾ
അത് ശരിയായിരിക്കാം, വേണ്ടതായിരിക്കാം, നമുക്ക് ഹിതകരമായിരിക്കാം. പക്ഷേ സമൂഹത്തിൽ അതിന് വേണ്ടത്ര മാന്യതയില്ല എന്ന് വന്നാൽ എത്ര നല്ല നിയമമായാലും എത്ര നല്ല പ്രാക്ടീസ് ആയാലും അതിനെ ത്യജിക്കാൻ നാം തയ്യാറാകും. അത് തെക്തമായി പോകും ഒരു കാലത്ത്. അതുകൊണ്ടാണ് സമൂഹവും അതിനനുസരിച്ച് വ്യവസ്ഥിതമാകണമെന്ന് ഋഷിമാർ സങ്കല്പിച്ചത്. അങ്ങനെ ഇതെല്ലാത്തിനും ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പം എന്താണ് ഈ സനാതന ധർമ്മം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി. ഒന്ന്, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രം എന്താണ്? അദ്വൈത ദർശനമാണ്. ഏകാത്മവാദം, ഒരാത്മാവാണ് സത്യം, ഒരു തത്വമാണ് സത്യം, അത് സച്ചിദാനന്ദ രൂപമാണ്, അതിലാണ് എല്ലാം വ്യാപ്തമായിരിക്കുന്നത്. അതിനെ പ്രാപിക്കാൻ ഒരു ജീവിത രീതിയും ഒരു ഡിസിപ്ലിൻഡ് ലൈഫും വേണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനെ പ്രാപിക്കാനുള്ള അലൗകികമായതും ലൗകികമായതും ഒക്കെ ചേർത്ത് എല്ലാം പ്രാപിക്കാൻ കഴിയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി, ജീവിത രീതി. അങ്ങനെ ഉണ്ടാക്കിയ ജീവിത രീതി, ആ രീതിയെയാണ് ശരിക്ക് സനാതന ധർമ്മം എന്ന് പറയേണ്ടത്. അപ്പം അത് വെറും ഒരു മതം മാത്രമല്ല. മതം എന്നുള്ള വ്യാഖ്യാനം പിന്നെ അങ്ങനെ പറയേണ്ടി വന്നതാണ്. അതൊരു ജീവിത രീതിയാണ്, ഒരു ലൈഫ് സ്റ്റൈൽ പോലെ ചെയ്തെടുത്തതാണ്. അതിൽ എല്ലാവും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, അഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, ആധ്യാത്മികതയും ഉണ്ട്. എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ജീവിച്ചു പോയാൽ ഒരാൾക്ക് ജീവിതത്തിൽ സാഫല്യം കൈവരിക്കാൻ കഴിയും എന്നുള്ള ഒരവസ്ഥ. അതിനെ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിന് ധർമ്മം എന്ന് പറയുന്നത്. ധാരണാത് ധർമ്മം, ധാരണാധർമ്മ ഉച്ചതേ എന്ന് പറയാറുണ്ട്. ധർമ്മത്തിന് അനേകം വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനം നമ്മളെ സംരക്ഷിക്കുന്നത്, നമ്മളെ ധരിക്കുന്നത്. ഇപ്പോൾ ഭൂമിക്ക് ധരണി എന്ന് പേരുണ്ട്. നമുക്കൊക്കെ ആശ്രയം തന്നിരിക്കുന്നത്. അതുപോലെ നമുക്കെല്ലാ ആശ്രയം തന്നിരിക്കുന്ന ഒരു ജീവിത രീതി, ഒരു ആചാര രീതി, നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു. ആ ജീവിത രീതി സനാതന ധർമ്മം എന്നറിയപ്പെട്ടു. അതിൻ്റെ അഭ്യാസം, അതിൻ്റെ പരിശീലനം, ആ ജീവിത രീതി കണ്ടിരുന്നത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലാണ്. ഭാരതമെന്ന ഭൂഖണ്ഡത്തിലായിരുന്നു. അങ്ങനെ അത് ഭാരതീയ ധർമ്മമായി, ഭാരതീയ സനാതന ധർമ്മമായി, വൈദിക ഭാരതീയ സനാതന ധർമ്മമായി, ഇങ്ങനെയൊക്കെ പല പേരിലും അറിയപ്പെട്ടു. അപ്പം അതാണ് അതിൻ്റെ ഒരു തുടക്കം. ഇനി ഈ സനാതനം എന്നതിന് പേര് വന്നത് എന്തുകൊണ്ടെന്നാണ്. ഇപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലുന്നവരാണെങ്കിൽ അറിയാം, ഭഗവാൻ വിഷ്ണുവിനും സനാതന എന്നൊരു പേരുണ്ട്. പല സ്ഥലത്തും ഈ സനാതന ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഈ വാക്കിനർത്ഥം? സനാതനം എന്ന് പറഞ്ഞാൽ വ്യാകരണമനുസരിച്ച് സദാതനം. സദാ എന്ന വാക്കിനർത്ഥം അറിയാലോ, സകാരം ദകാരം. സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത്, നിത്യമായിട്ടുള്ളത് എന്നർത്ഥം. സദാ എന്നതിനോട് കൂടി തനം എന്ന ഒരു പദം കൂടെ അവിടെ ചേർക്കും. ഒരു പ്രത്യയം എന്നാണ് അതിന് പറയുക വ്യാകരണത്തിൽ. അങ്ങനെ ചേർത്താൽ അതിൻ്റെ അർത്ഥം വരുന്നത് എപ്പോഴും നിലനിൽക്കുന്നത്. സദാ എന്ന് പറഞ്ഞാൽ ആൾവേസ് എന്നർത്ഥം, എപ്പോഴും എന്നർത്ഥം. സദാ തനം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്നത് എന്നർത്ഥം, എപ്പോഴും ഉണ്ടായിരിക്കുന്നത്.
ഈ സദാ എന്നതിന് പകരം സംസ്കൃതത്തിലുള്ള അതേ അർത്ഥം വരുന്ന മറ്റൊരു പദമാണ് സന എന്നുള്ളത്. ഇപ്പോൾ സന എന്ന് പറഞ്ഞാലും സദാ എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്, രണ്ട് അവ്യയങ്ങളാണ്. സദാതനം എന്ന് പറയുന്നതിന് പകരം സനാതനം എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ സനാതനം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സദാതനം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ എപ്പോഴും നിലനിൽക്കുന്നത്, എപ്പോഴും നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എപ്പോഴും ഈ ആചാരങ്ങൾ പരമ്പരാഗതമായിട്ട് തുടർന്നു വരുന്ന ഈ ആചാരങ്ങൾ നിലനിൽക്കുന്നു, എല്ലാവരിലും അത് നിലനിൽക്കുന്നു, അങ്ങനെയാണ്. ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മളൊരു 200-300 വർഷത്തെ ഭാരതത്തിൻ്റെ പൂർവ്വചരിത്രമെടുത്ത് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്നത്, ഭാരതത്തിൽ ജനിച്ച ഏതൊരാൾക്കും, അത് ഏത് മതത്തിൽപ്പെട്ട ആളാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആളാവട്ടെ, ഏത് ദേശത്ത് ജനിച്ച ആളാവട്ടെ, വിദ്യാഭ്യാസമുള്ളവരാകട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാകട്ടെ, ഭാരതത്തിൽ ജനിച്ചുവെങ്കിൽ അവർക്ക് ഈ സനാതനധർമ്മത്തിൻ്റെ ജീവിത രീതിയുടെ ഏതെങ്കിലുമൊക്കെ അനുഷ്ഠാനങ്ങൾ, എല്ലാം അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിച്ചിരിക്കണമെന്നില്ല, അവരറിയാതെ തന്നെ ഏതെങ്കിലുമൊക്കെ അനുഷ്ഠിച്ചിരിക്കും. കാരണം എന്താണ്? ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ, ഈ ഭാരതഭൂമിയിൽ നിലനിൽക്കുന്നതാണ്, നിലനിന്നിട്ടുള്ളതാണ്. അതിനെ ഉല്ലംഘനം ചെയ്യാൻ പറ്റില്ല. ഇനി അതിൽ വിശ്വസിക്കാത്തവർ തന്നെ ആകട്ടെ, അതിന് എതിര് പറയുന്നവരാകട്ടെ. കാരണം പലപ്പോഴും ഈ സനാതനധർമ്മം എന്താണ് എന്ന് അറിയാതെയാണ് പലരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നത്, അതിനെ എതിർക്കുന്നത്. അതിൻ്റെ സ്വരൂപം അറിയില്ല. ഇപ്പൊ സനാതനധർമ്മം എന്തോ ഒന്നാണ് എന്ന രീതിയിൽ ഒരു സങ്കല്പം ചെയ്ത് വച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ പറഞ്ഞാൽ സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേക രൂപം തയ്യാറാക്കി പറയുക സാമാന്യ ബുദ്ധിക്കൊന്നും സാധ്യമല്ല. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിട്ടുപോകും. എല്ലാം ചേർത്ത് സനാതനധർമ്മത്തിൻ്റെ രൂപം പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ഈ 5 ദിവസത്തിൽ തന്നെ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം, ചില സവിശേഷതകൾ മാത്രമേ വിചാരം ചെയ്യുകയുള്ളൂ. കാരണം ഇത് അനാദികാലമായിട്ട് നടന്നു വരുന്ന ഒരു ജീവിത രീതിയാണ്. അനേകം സവിശേഷതകളുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ചും തിരിച്ചറിയുമ്പോൾ അതിൽ വരുന്ന സവിശേഷതകളൊക്കെ, എടുത്തു പറയേണ്ട സവിശേഷതകളൊക്കെ ഉള്ളതാണ്. അതെല്ലാം ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് തുടങ്ങി ചിന്തിക്കുന്നത്. അത്രയും വിപുലമാണ്. അപ്പൊ ശരിക്ക് അതിനെ നിന്ദിക്കണമെങ്കിൽ ശരിക്കൊരു നിന്ദകൻ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പഠിച്ചു മനസ്സിലാക്കുക എന്നാണ്. അത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ അത് എന്താണെന്ന് അറിയണ്ടേ? എന്താണ് എന്ന് അറിയാതെ ശരിയല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക? അതാണ് അതിലുള്ള മറ്റൊരു പ്രശ്നം. പിന്നെ നമുക്ക് നിന്ദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വാക് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വേണോ ആർക്ക് വേണോ പറയാം, അതൊക്കെ ഉണ്ട്. പറയാം, ചെയ്യാം, അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഈ ഇങ്ങനെ ചെയ്യുന്നവർ തന്നെ അവരുടെ പൂർവികരെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ നാട്ടിലും വീട്ടിലുമൊക്കെ നടക്കുന്ന ആചാരങ്ങളെക്കുറിച്ചോ ജീവിത രീതികളെക്കുറിച്ചോ ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാകും ഏതിനെയാണോ നമ്മൾ നിന്ദിക്കുന്നത് അതിനെ നമ്മൾ വേറൊരു രീതിയിൽ ആചരിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഒഴിവാക്കാനേ പറ്റില്ല. പിന്നെ അങ്ങനെ പറയുന്നവരുടെ പേര് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ പലരും നമുക്ക് തമാശയായിട്ട് തോന്നുന്നത്, ഏതിനെയാണോ അവർ നിന്ദിക്കുന്നത് അതാണ് അവരുടെ പേരിൽ തന്നെ ഉള്ളത്.
അപ്പൊ പിന്നെ എങ്ങനെയാ അതിൽ നിന്ന് ഭിന്നമായെന്ന് പറയാൻ കഴിയാം? അപ്പൊ ആശയപരമായിട്ടുള്ള ചിന്തനം, വ്യത്യാസങ്ങള് എല്ലാവർക്കുമുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ധർമ്മത്തില് അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള മറ്റൊരു ധർമ്മവും ഒരു മതവും ലോകത്തിൽ ഇല്ല എന്ന് ലോകത്തിലുള്ളവർ തന്നെ പറയുകയാണ്. ഇവിടെ ഈശ്വരനെയും വേദത്തെയും വേദധർമ്മത്തെയും ആചാരങ്ങളെയും നഖശികാന്തം എതിർത്തിട്ടുള്ള, പൂർണ്ണമായിട്ടും എതിർത്തിട്ടുള്ള നാസ്തികർ. അതിൽ ചാർവാകരെന്ന് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടാവില്ലേ ചാർവാകരെ കുറിച്ച്? ചാർവാകർ എന്നൊരു കൂട്ടരുണ്ടായിരുന്നു. നാസ്തികർ എന്നാണ് അർത്ഥം. ഈ ചാർവാകരെ പോലും അവർക്ക് പോലും നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തു. എത്രയോ കാലമായിട്ട് ഈ ചാർവാകർ പറഞ്ഞ ദർശനങ്ങൾ, ചാർവാകർ എന്താ പറഞ്ഞത്, അവരുടെ വീക്ഷണം എന്തായിരുന്നു, ദർശനം എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പോഴും പഠിക്കുന്നു. ചാർവാക ദർശനം എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെല്ലാത്തിനെയും നഖശിഖാന്തം എതിർത്താണ്. അവരുടെ എതിർപ്പിന്റെ വാക്കുകൾ നമ്മൾ വായിച്ചാൽ നമുക്ക് തോന്നും ഇന്നിപ്പോ ഇത്രയധികം ആരും എതിർക്കുന്നില്ല. അത്രയും അങ്ങനൊരു ഭാഷയില്, അങ്ങനൊരു രീതിയിലാണ് അവര് എതിർത്തിരുന്നത്. എത്രയോ കാലമായിട്ട് അവരും ഉണ്ടായിരുന്നു. അവരെയും ദർശനശാസ്ത്രങ്ങളില്, നാസ്തിക ദർശനങ്ങളില് ഏറ്റവും പുരാതനമായിട്ടുള്ള ദർശനശാസ്ത്രമായിട്ട് നമ്മൾ അവരെ അംഗീകരിച്ചിരിക്കുന്നു. അവർക്കും ഗ്രന്ഥമുണ്ട്, അവരുടെ പരമ്പരയുണ്ട്, അവരുടെ മഹാത്മാക്കളുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അപ്പൊ അതുകൊണ്ട് വിമർശിക്കുക, തെറ്റ് കണ്ടെത്തുക എന്നൊക്കെ ഉള്ളതും സ്വാഭാവികമാണ്. അതിന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അത്രയും ഉദാരത നമുക്കുണ്ട്. പക്ഷെ ചിന്തിക്കേണ്ടത്, അങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ചിന്തിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളത്. സമ്പൂർണമായി ചിന്തിച്ചാൽ ഒരിക്കലും അത് പറ്റില്ല. ഇപ്പൊ ഇന്നലെ നമ്മൾ ഉച്ചരിച്ച വാക്യം വസുധൈവ കുടുംബകം എന്ന ആശയം, ഈ വസുധൈവ കുടുംബകം എന്ന ആശയത്തെ ലോകത്ത് ആർക്കെങ്കിലും നിരാകരിക്കാൻ കഴിയുമോ? ഇന്ന് പൊളിറ്റിക്കലി ചിന്തിക്കുകയാണെങ്കിലും ഒരു നേതാവും, നമ്മുടെ ഭാരതത്തിലെന്നല്ല ലോകത്ത് തന്നെ ഒരു നേതാവും ഇങ്ങനൊരു ആശയത്തെ എതിർക്കില്ല. അവർക്ക് പബ്ലിക്കലി എതിർക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത്രയും മഹത്തായ വിപുലമായ ഒരു ചിന്തനമാണ്, എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചിന്തനമാണ്. അതിനെങ്ങനെ എതിർക്കുക? അപ്പൊ ഈ ലോകത്തെ ഈ സൃഷ്ടിയെ മുഴുവൻ തൻ്റെ കുടുംബം എന്ന പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ ഈ ആശയം എവിടുന്ന് വന്നു? അങ്ങനെ നമ്മുടെ ധർമ്മത്തില് ഇത് അതിൻ്റെ ചെറിയൊരു ആശയം, ചെറിയൊരു ഒരു ഭാവന. ഇത്തരം അനേകം ഭാവനകളാണുള്ളത്. എല്ലാവരെയും സ്നേഹിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഭാവനകൾ. ഇന്നിപ്പോ യോഗ ലോകത്ത് മുഴുവൻ പ്രചരിച്ചിട്ടുണ്ട്. ഈ ഒരു 10-20 വർഷം മുമ്പ് വരെ യോഗയെക്കുറിച്ച് പറഞ്ഞ് സംസാരിക്കുന്നതൊക്കെ തമാശയായിട്ട് കണക്കാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. യോഗ ചെയ്യുന്നവര്, യോഗയെക്കുറിച്ച് പഠിപ്പിക്കുന്നവര്, അവരൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞ് വിഭാഗീകരിച്ച് അതൊക്കെ സുഖഭോഗത്തിനുള്ള രീതികളാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മുടെ ജീവിതത്തിലൊക്കെ അത് കണ്ടതാണ്. പക്ഷെ ഇന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുഗമമായി, സരളമായി ആരോഗ്യം നിലനിർത്താൻ ദിവസവും
ചെയ്യേണ്ട ഒരു അഭ്യാസമായിട്ട്, ഒരു പരിശീലനമായിട്ട് ലോകം യോഗാഭ്യാസത്തെ അംഗീകരിച്ചു. അമേരിക്കയിലെ കുറഞ്ഞ പക്ഷം 85% ആളുകൾ, അമേരിക്കയിൽ ജീവിക്കുന്നവർ നിത്യവും യോഗ അഭ്യസിക്കുന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെ തത്വം? എന്താണ്? അപ്പൊ ഇത്രയും കാലം, അനാദികാലമായിട്ട് നമ്മുടെ പൂർവികരൊക്കെ യോഗ അഭ്യസിച്ചിരുന്നത് എന്ത് കണ്ടിട്ടാണ്? ഇന്നിപ്പോൾ അതിന് ശാസ്ത്രീയമായ പഠനങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഓരോ വശങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്, അതിന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഡോക്ടേഴ്സും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അത് അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ പരമ്പരയിൽ, നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ നിത്യകർമ്മങ്ങളിൽ ഒന്നായിരുന്നു ഈ സൂര്യ നമസ്കാരവും യോഗ പ്രാക്ടീസും അതനുസരിച്ചുള്ള ജീവിതമൊക്കെ, പ്രാണായാമമൊക്കെ, അല്ലേ? ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്, കേട്ട കാര്യമാണ്. അതുപോലെ ആയുർവേദത്തെക്കുറിച്ച് ചിന്തിക്കാം. കുറച്ചു കാലം മുമ്പ് വരെ ആയുർവേദത്തെ കളിയാക്കുന്ന, വേറെ പണിയൊന്നും കിട്ടിയില്ലെങ്കിൽ, വേറെ ജോലികളൊന്നും കിട്ടിയില്ലെങ്കിൽ, വേറെ പഠിക്കാൻ സൗകര്യം ഒന്നും കിട്ടിയില്ലെങ്കിലായിരുന്നു കുട്ടികൾ ആയുർവേദം പഠിക്കാൻ പോയിരുന്നു. ആയുർവേദ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്നുമില്ല, വേറെ പണിയൊന്നുമില്ലെങ്കിൽ അങ്ങനെ പോവുക. വൈദ്യനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കളിയാക്കുന്ന, ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നാട്ടുവൈദ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശയായിട്ട് കാണുന്ന ഒരവസ്ഥ ഉണ്ടായി. പക്ഷെ ഇന്ന് നോക്കൂ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം, കൊറോണ വന്നപ്പോൾ ലോകം അത്ഭുതമായി കണ്ടു നിന്നത് ഭാരതം എങ്ങനെ കൊറോണയിൽ നിന്ന് പുറത്തു വരുമെന്നാണ്. കാരണം ഇവിടുത്തെ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല, ആരും പറഞ്ഞാൽ കേൾക്കില്ല. കാരണം ഗവൺമെന്റിനൊന്നും അങ്ങനെ ഒരു അധികാരം ജനങ്ങളുടെ മുകളിൽ ഇല്ല. ഓരോ സംസ്ഥാനത്തിലും വേറെ വേറെ, ഓരോരുത്തരുടെ ജീവിത ശൈലി വേറെ വേറെ, ഭക്ഷണ രീതി വേറെ, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അവർ വിചാരിച്ചു ഏതായാലും സംഗതി ഇവിടെ പ്രശ്നം തന്നെയാണ്. കാരണം ഇവിടെ പക്ഷവും പ്രതിപക്ഷവും, പാർട്ടികളുടെ പരസ്പര പോരെന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ പറയുക, അതിന് ഏതൊരു വെളിവുമില്ല, എന്തിനും എതിർക്കുക. അപ്പൊ അവർ വിചാരിച്ച് എന്തായാലും ഒരു പാർട്ടിയുടെ നേതാവ് പറഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ കേൾക്കില്ല എന്നുള്ള ഉറപ്പാണ്, അതെന്തായാലും ഒരു വിരുദ്ധമായിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ വലിയ നാശത്തിലേക്ക് പോകും. കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അവരനുമാനിച്ചത്. പക്ഷേ എന്തോ ദൈവഭാഗ്യം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗ്യം, കർമ്മം എന്നൊക്കെ പറയാം, അതിനൊക്കെ നമ്മൾ മറികടന്നു. അപ്പൊ ആ സമയത്ത് ഈ വിഷയങ്ങളെക്കുറിച്ച് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അന്ന് ആയുർവേദത്തിനുണ്ടായ ഗുണം, യോഗയും ആയുർവേദവും പ്രാണായാമവും ഒക്കെ എങ്ങനെയാ സഹായിച്ചത് എന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു, അടുത്തറിഞ്ഞു. നാട്ടുവൈദ്യന്മാരാണെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നവരുടെയൊക്കെ മരുന്നുകൾ പ്രയോഗത്തിൽ വന്നു. ഏതെങ്കിലും ഒരു മരുന്ന് എവിടെയെങ്കിലും പ്രയോഗത്തിൽ വന്നാൽ അത് ആൾക്കാർ മുഴുവൻ പ്രയോഗിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം മരുന്ന് കണ്ടെത്താതെ ഒരുപാട് കാലം കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു. എന്താണ്? ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ ഋഷിമാര് കണ്ടെത്തിയ ജീവിത രീതി, നേരത്തെ പറഞ്ഞ ജീവിത രീതിയുടെ ഒരു അഭിന്ന ഘടകമായിരുന്നു ഈ യോഗാഭ്യാസവും അതോട് ചേർന്ന ഭക്ഷണ രീതിയും അല്പം പ്രാണായാമവും ധ്യാനവും ഒക്കെ. ഇതൊക്കെ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം അഭ്യസിക്കാനെന്ന് പറഞ്ഞിട്ടില്ല. യോഗശാസ്ത്രങ്ങളിൽ എവിടെയും അങ്ങനെ പറയുന്നില്ല. അതിൻ്റെ ഗ്രന്ഥങ്ങളിലൊന്നും എവിടെയും പറയുന്നില്ല.
ഇതങ്ങനെയാണ്, ഒരു കൂട്ടർ അഭ്യസിക്കേണ്ടതാണ്, മറ്റുള്ളവർക്ക് പാടില്ല എന്ന്. ലോകത്തിന് മുഴുവൻ അഭ്യസിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ആശയത്തിൽ എല്ലാവർക്കും അഭ്യസിക്കാമെന്ന് പറയാം. ഇപ്പൊ യോഗയാകട്ടെ, ആയുർവേദമാകട്ടെ, ഇനി അത് സംബന്ധിച്ച മറ്റ് ശാസ്ത്രങ്ങളാകട്ടെ, ഇതൊക്കെ നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഇതിനെ ഏതിനെയൊക്കെയാ വ്യാഖ്യാനിക്കുക? ഏതിൻ്റെ മഹത്വമാണ് നമ്മൾ പറയുക? എങ്ങനെയാണ് ഇതിനെയൊക്കെ എതിർക്കുക? പിന്നെ എതിർക്കുക എന്നുള്ളത് ഒരു ഫാഷൻ ആക്കിയിട്ട് നമുക്കിങ്ങനെ പലതിനെ എതിർത്തുകൊണ്ടിരിക്കാം. കുറച്ചു കാലം എതിർക്കും, പിന്നെ അത് തന്നെ അവർ പ്രാക്ടീസ് ചെയ്യണവർ. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പലരെ അറിയാം. അവര് ഒരു പക്ഷത്തെ എതിർക്കുകയും മറ്റൊരു പക്ഷത്ത് അത് അഭ്യസിക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്പൊ എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിത രീതിയെ തന്നെ നാം നിരീക്ഷിച്ചാൽ, നമ്മുടെ പൂർവികർ നമ്മെ പറഞ്ഞു പഠിപ്പിച്ച ആ ജീവിത രീതിയിലെ, ജീവിതത്തിലെ തത്വശാസ്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, ചിന്തിച്ചാൽ നമുക്ക് സനാതനധർമ്മം എന്തെന്ന് മനസ്സിലാകും. സനാതനധർമ്മം ഒരു ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ഒരു നിയമസംഹിത അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഒരു ടെക്സ്ച്വൽ നോളജ് അല്ലാതെ അതൊരു ജീവിത രീതിയാണ്. അതുകൊണ്ടാണ് അത് നാശമില്ലാതെ നിലനിൽക്കുന്നത്. ഒരു ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് ഒരു കൂട്ടർ ആൾക്കാർ അഭ്യസിച്ചിരുന്നത് ആണെങ്കിൽ എന്നേ പണ്ടേ അത് നശിച്ച് മണ്ണടിഞ്ഞേന. അങ്ങനെ നശിപ്പിക്കാനേ കഴിയില്ല. കാരണം എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതിനെ എവിടെയാണ് നശിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്ന് യാതൊരു ഒന്നും നമുക്ക് കണ്ടെത്താനേ കഴിയില്ല. എവിടെയാണ് നശിപ്പിക്കേണ്ടത്? അത്രയും വ്യാപകമാണ്. അപ്പൊ അതിൻ്റെ തത്വശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥങ്ങൾ അനേകമുണ്ട്. വേദങ്ങൾ അതിൽ മുഖ്യമാണ്. വേദങ്ങളെക്കുറിച്ച് പറഞ്ഞു. വേദം ജ്ഞാനസ്വരൂപമാണ്. സനാതനം എന്ന് പറയുന്ന നിത്യമായിട്ടുള്ള ആ തത്വത്തെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തെയാണ് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും എന്ത് നമുക്ക് വേണമെങ്കിലും അതിനൊരു ജീവിത രീതി വേണം. അത് നമ്മുടെ മതത്തിലെന്നല്ല, എല്ലാ മതത്തിലും അങ്ങനെയാണ്. മതങ്ങളെല്ലാം അങ്ങനെയാണ് പറയുന്നത്. അവരവരുടെ സിദ്ധാന്തം അനുസരിച്ചിട്ടുള്ള ജീവിത രീതികളെയും വിശ്വാസങ്ങളെയും ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അതില് വേദങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 4 വേദങ്ങളാണ്. ആ 4 വേദങ്ങളിൽ നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഏറ്റവും കൂടുതൽ കർമ്മകാണ്ഡമാണ്. ഏകദേശം 80% കർമ്മപരമായിട്ടുള്ള വാക്യങ്ങളും കർമ്മപ്രയോഗങ്ങളുമാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വേദം നമ്മെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഇതിൽ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയും ഓരോ ഉപായങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം വിപുലമായ കർമ്മകാണ്ഡം ഉണ്ടായത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അമ്പലത്തിൽ പോയി തൊഴു നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ചായിരിക്കും. എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണേ എന്നാണല്ലോ പ്രാർത്ഥിക്കുക, അല്ലേ? അല്ലാതെ അടുത്ത അയൽപക്കക്കാരുടെ പ്രശ്നം സോൾവ് ആക്കി കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലെ പ്രശ്നം സോൾവ് ആവണമെന്നോ അങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിക്കുക. എൻ്റെ പ്രശ്നം സോൾവ് ആവണമെന്നാണ് പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അതിന് ഉപായമായിട്ട് വേദം ഇത്രയധികം പറഞ്ഞു തന്നു, കർമ്മകാണ്ഡങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ചെയ്താൽ, അതിൻ്റെ വിധി പോലെ ചെയ്താൽ അതിൻ്റെയൊക്കെ പ്രയോജനം ഉണ്ടാകും. പിന്നെ അതിൻ്റെ ശേഷഭാഗം 20% ഒരു 16% എന്ന് പറയുന്നത് ഉപാസനാ ഭാഗമാണ്. ഉപാസനാ വ്രതങ്ങൾ, നിയമങ്ങൾ ഇതൊക്കെ പരിപാലിക്കുക ഒരു 16%. ഉപാസനാ കാണ്ഡം എന്നാണ് അതിന് പറയുക. പിന്നെ ഒരു 4% മാത്രമാണ് വേദാന്തമുള്ളത്. ഉപനിഷത്ത് എന്ന് കേൾക്കുന്ന വേദാന്തമുള്ളത് ഒരു 4% മാത്രമാണെന്നാണ് ഇതിനെക്കുറിച്ച് നിരീക്ഷണങ്ങൾ ചെയ്തിട്ടുള്ള ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വേദങ്ങളുടെ ഒരു രൂപം.
സാമാന്യ പരിചയം നിങ്ങൾക്കൊക്കെ അറിയാം, എങ്കിലും ആ വിഷയത്തിൻ്റെ ഭാഗമായിട്ടൊരു സാമാന്യ പരിചയം ഇങ്ങനെയാണെന്ന് വയ്ക്കാം. ഈ വേദങ്ങളിൽ മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങളൊക്കെ സംസ്കൃത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഈ വേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ലോകത്തിന് തന്നെ അത്ഭുതമായിട്ട് ആശ്ചര്യമായിരിക്കുന്ന ഒരു വസ്തുതയാണിത്. എത്ര കാലം മുമ്പാണ് ഈ വേദങ്ങൾ ഉണ്ടായത് എന്ന് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഒരു അന്തം കിട്ടിയിട്ടില്ല. ലോകത്തെ ഏറ്റവും പുരാതന ഗ്രന്ഥം എന്നത് ഏതാണ്? നമ്മുടെ ഋഗ്വേദമാണ്. ഇത് ഓർത്തു വയ്ക്കുക. ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥം ഋഗ്വേദമാണെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്, ഗ്രന്ഥരൂപത്തിലുള്ള. അപ്പൊ അത് എപ്പോഴുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയം നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് സമയം നിശ്ചയിക്കാൻ. നമ്മുടെ ശാസ്ത്രങ്ങളിൽ നമ്മുടെ ആചാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ആ വേദം അനാദിയാണ്, ജ്ഞാനം അനാദിയാണ്, അത് ഋഷികളുടെ മനസ്സിലൂടെ അതത് കാലങ്ങളിൽ പ്രകടമാകുന്നു എന്നാണ്. പക്ഷെ എങ്കിലും നമുക്ക് അറിയാനുള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, ഇത് എപ്പോഴാണ് പ്രകടമായത്, അതിനൊരു കാലം, ഒരു തിഥി ഒക്കെ അറിയുന്നത് നന്നായിരിക്കും തോന്നും. അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി അനേകം പരീക്ഷണങ്ങൾ നടത്തി, പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ. അതിൽ നിരന്തരമുള്ള പരീക്ഷണങ്ങളെ കുറിച്ചൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും പല പരീക്ഷണങ്ങൾ നടന്നു. അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്ന പരീക്ഷണം ഈ വേദത്തിൽ പറഞ്ഞ മെറ്റലുകളെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട്, മെറ്റാലിക് സ്റ്റഡി നടത്തിയിട്ട് കണ്ടുപിടിച്ച ഒരു കാലഘട്ടം. അത് പോയി നിൽക്കുന്നത് ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ BC 10,000 മുമ്പാണ്. ആദ്യം 3000 തുടങ്ങുന്നു. 3000, 4000, 5000, 7000, 6000 ഇങ്ങനെ പല പല ഘട്ടങ്ങളിൽ സ്റ്റഡികൾ നടന്നിട്ട് ഇപ്പോൾ പുതിയ ടെക്നോളജികളൊക്കെ ഉണ്ടല്ലോ, കാർബൺ സ്റ്റഡി, ഇങ്ങനെയുള്ള പല പല പരിപാടികളുണ്ട്. അതൊക്കെ വെച്ച് വേദത്തിൽ പറഞ്ഞ മെറ്റലുകളെ കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിൽ കിട്ടിയിട്ടുള്ള തെളിവുകളും പിന്നെ വേദത്തിൻ്റെ മന്ത്രങ്ങളും ഒക്കെ വെച്ച് നമ്മുടെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥിതിയൊക്കെ കുറിച്ച് വേദം പറഞ്ഞിരിക്കുന്നതിനൊക്കെ കണക്ക് കൂട്ടി അങ്ങനെയൊക്കെ പറയുന്നത് ഒരു BC 10,000 വരെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇത്രയാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിലുള്ള വേറൊരു രസം, അവിടെയും ഇത് നിൽക്കുന്നില്ല എന്ന് പറയേണ്ടതിൻ്റെ ഒരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? സംസ്കൃതമാണ്. സംസ്കൃതം എന്ന ഭാഷയുടെ സാമാന്യ നിയമവും വ്യവസ്ഥയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട്. കാരണം ഭാഷയുടെ സാമാന്യ വ്യവസ്ഥയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ലല്ലോ. ഇത് വായിച്ചാൽ മനസ്സിലാകും. സംസ്കൃതം പഠിച്ചാൽ, വൈദിക വ്യാകരണമൊക്കെ പഠിച്ചാൽ വേദം നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. സാധാരണ സംസ്കൃതം പഠിച്ചാൽ പോരാ, അതിന് വൈദിക വ്യാകരണം കൂടി പഠിക്കണം എന്ന് വെച്ചോളൂ. നിരുക്തമൊക്കെ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മനസ്സിലാകുന്ന വ്യാകരണമുള്ള, വ്യവസ്ഥയുള്ള കർത്താവ്, കർമ്മം, ക്രിയ എന്നൊക്കെ പറയുന്ന നമ്മുടെ വ്യാകരണം ഉണ്ടല്ലോ, അതൊക്കെ വ്യവസ്ഥിതമായി പറയുന്ന ഒരു ഭാഷയിലാണ്, സംസ്കൃതത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്. വേദത്തിലെ മന്ത്രങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നാണ് ചിന്തിച്ചാണ് ഈ പറയുന്നത്. അതിന് കാലം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു ഭാഷ രൂപപ്പെടണമെങ്കിൽ ഇത്രയും വ്യവസ്ഥിതമായിട്ടുള്ള, ഇപ്പോൾ BC 10,000 ഇത്രയും വ്യവസ്ഥിതമായിട്ടുള്ള ഒരു ഭാഷ രൂപപ്പെടണമെങ്കിൽ അത് ചെറിയ തോതിലൊന്നുമല്ല, 1-2 വാക്യമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ആയിരക്കണക്കിന്, ലക്ഷത്തോളം വരുന്ന സൂക്തങ്ങളാണ്, അർത്ഥവത്തായ സൂക്തങ്ങൾ. അപ്പൊ ആ ഭാഷ രൂപപ്പെടണമെങ്കിൽ എത്ര കാലം വേണ്ടി വരും? ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്നവരൊന്ന് ചിന്തിച്ചുവോ? ഒരു ഭാഷ ഒരു സമൂഹത്തില് ഇത്രയും വ്യാകരണവും വ്യവസ്ഥയോടും കൂടി രൂപപ്പെടുന്നുവെങ്കിൽ എത്ര കാലം വേണ്ടി വരും? അങ്ങനെ രൂപപ്പെട്ട ഭാഷയിൽ ഇത്രയധികം അറിവുകൾ, ഭൗതികവും അഭൗതികവുമായ അറിവുകളെല്ലാം കൊണ്ടുവരണം.
ആ അറിവുകളൊക്കെ പ്രകടമാക്കാനുള്ള പദപ്രയോഗങ്ങൾ വേണം, വാക്യപ്രയോഗങ്ങൾ വേണം. അതിൻ്റെ വ്യാകരണപരമായിട്ടുള്ള വ്യത്യസ്തതകൾ വേണം. കാലത്തിൻ്റെ വ്യത്യസ്തത, ഭൂതകാലം, ഭാവികാലം, വർത്തമാനം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പൊ ഇതൊക്കെ എന്തായാലും യവതി കണക്ക് കൂട്ടിയെന്നതിന് എത്രയോ മുമ്പാണ്. അതുണ്ടായതിന് ശേഷമാണല്ലോ ഇതെല്ലാം പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ ആ പറഞ്ഞ ഭാഷ ഉണ്ടായത് എത്ര കാലം മുമ്പ്, അതിന് വ്യാകരണം ഉണ്ടായത് എത്ര കാലം മുമ്പ് എന്ന് ചിന്തിച്ചാൽ ഒരന്തവുമില്ല. അവിടെയാണ് ഈ വേദത്തിൻ്റെ കാലം തേടി പോകുന്നവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവർ ഭാഷയുടെ അടിസ്ഥാനത്തിലും ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും പഠനങ്ങൾ നടത്തുന്നു. അങ്ങനെ നടത്താൻ കഴിയൂ, വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഈ ഭാഷ രൂപപ്പെട്ട് വരാനുണ്ടായ കാലം എത്രയായിരിക്കും? അത് എത്രയോ മനസ്സുകളിലൂടെ, എത്രയോ വാക്കുകളിലൂടെ കടന്നു വന്നിട്ടായിരിക്കും ഈ ഗ്രന്ഥരൂപത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഋഗ്വേദത്തിൽ വന്ന മന്ത്രങ്ങൾ മുഴുവൻ കാണാതെ പഠിക്കണമെങ്കിൽ എത്രയോ കാലം സമയം വേണം. എത്ര കഠിനമായ കാര്യമാണ്. നമുക്കൊരു ചെറിയ ശ്ലോകമോ ചെറിയൊരു വാക്യം തന്നെ പഠിക്കാൻ കുട്ടിക്കാലത്തൊക്കെ പരീക്ഷയ്ക്ക് എഴുതാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കാണാൻ പഠിക്കുക, അല്ലേ? ശരി, എസ് ഒക്കെ കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ മന്ത്രങ്ങൾ, ഇത്രയും വിസ്തരിച്ച് കിടക്കുന്ന മന്ത്രങ്ങൾ മുഴുവൻ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് അത് ഒരാളാൽ എന്തായാലും സാധ്യമല്ല. അപ്പൊ അങ്ങനെ നോക്കിയാൽ വേദത്തിൻ്റെ കാലം നിർണയിക്കാൻ കഴിയാത്തതാണ്. അത് അപൗരുഷേയമാണ്, അലൗകികമാണ്. അത് എപ്പോഴുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നൊന്നും കൃത്യമായിട്ട് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. പിന്നെ വേദത്തിൽ നിന്നുണ്ടായ അറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ഇതൊന്നും നിശ്ചയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേദത്തിൽ നിന്നുണ്ടായ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിച്ചാൽ അതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷ പ്രയോജനമുണ്ട്. അതിനിപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണം യോഗ, അതൊരു വലിയ പ്രത്യക്ഷ പ്രയോജനമാണ്. വേദത്തിൻ്റെ തന്നെ ഒരു ഉപവേദമായിട്ടുള്ള ആയുർവേദം മറ്റൊരു പ്രത്യക്ഷ പ്രയോജനമാണ്, സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നു. അതുപോലെ എത്രയോ എത്രയോ പ്രയോജനങ്ങൾ, മോക്ഷം വരെയുള്ള പ്രയോജനങ്ങൾ അതിൽ നിന്ന് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നാണ്. പിന്നെ വേദത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തുടക്കത്തിൽ തന്നെ, വേദം ഭൗതികത്തെയും ഭൗതിക ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും വൈയക്തിക ജീവിതത്തെയും ഭിന്നമായിട്ട് കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക് തിയറി എന്ന് പറയുന്നതും റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകളുടെ തിയറി എന്ന് പറയുന്നതും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നതും ഒക്കെ വേറെ വേറെയായി കാണുന്ന രീതി വേദത്തിലില്ല. സനാതന ധർമ്മത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതി, അത് ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ ആൾക്കാർക്ക് മാത്രമല്ല, ഇനി വരുന്ന നമ്മുടെ മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ എല്ലാ തലമുറകൾക്കും ഹിതമായ രീതിയിൽ നാം ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട്, ശ്രദ്ധിക്കുക എന്താണ് ഞാൻ പറയുന്നതിൻ്റെ ആശയമെന്ന്, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മാത്രമല്ല പ്രയോജനം, പിന്നെയോ നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിനും പ്രയോജനം വരണം. കുറഞ്ഞ പക്ഷം പ്രയോജനമില്ലെങ്കിലും സമൂഹത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, ദുരന്തം ഉണ്ടാവാൻ പാടില്ല.
അതുപോലെ നമ്മുടെ ഈ ജീവിതം കൊണ്ട് വരുന്ന തലമുറയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. പഞ്ചഭൂതങ്ങൾക്കൊന്നും ദോഷമുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരിണാമഫലം കൊണ്ട് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകരുത്. അതാണ് ശരിയായിട്ടുള്ള ഒരു ജീവിതം. ഇപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി കാണില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം എന്താ ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ചിന്തിക്കണം നമ്മളെ കൊണ്ട് ആർക്കും പ്രശ്നം ഉണ്ടാവരുത് എന്ന്. എന്നാൽ നമ്മളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര് എന്ന് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, വേദത്തിലെ ജീവിത രീതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ലേ? ഈ ജീവിത രീതി വ്യാപിച്ചു കിടക്കുന്നത് ഒരു തലമുറയിലല്ല, അനേകം തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു ചെറിയൊരു തെറ്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ സുഖത്തിന് വേണ്ടി, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, നമ്മുടെ ആഡംബരത്തിന് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് വരുന്ന 25 വർഷം കഴിഞ്ഞ് വരുന്ന അടുത്ത തലമുറയ്ക്ക് അത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറും എങ്കിൽ അതിനെ നമ്മൾ വേദത്തിൻ്റെ ഭാഷയിൽ പാപം എന്ന് പറയും. ഇതാണ് പാപത്തിൻ്റെ വ്യാഖ്യാനം. പാപം എന്ന് പറഞ്ഞാൽ, ഈ പാപം എന്ന് പറയുന്ന ഒരു വലിയൊരു കെട്ടൊന്നുമല്ല, ഇങ്ങനെ അണുബോംബ് പോലെയോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വലിയൊരു വിഷം അങ്ങനെയൊന്നുമല്ല. പാപം എന്ന് പറഞ്ഞാൽ ഒരു ആചരണം ചെയ്ത്, ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടാകുന്നു. എന്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ പശ്ചാത്താപം കൊണ്ട് നമ്മൾ നിരന്തരം ദുഃഖിക്കുന്നൊരവസ്ഥ വരും. മറ്റ് സുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു പശ്ചാത്താപം നിലനിന്നാൽ ആ സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുമോ? ഇല്ല. ചെറിയൊരു പശ്ചാത്താപമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ, ഇന്നത്തെ ഭാഷയിൽ ഡിപ്രഷൻ എന്ന് പറയാം. ഇപ്പൊ ചെറിയ തോതിലെങ്കിലും ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് എത്ര സുഖമുള്ള സാധനങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും അതങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയില്ല. വേദം കൊടുത്തിരിക്കുന്ന പാപത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും പാപം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. തെറ്റ് ചെയ്യുന്നത് പാപം എന്നാണ് വിചാരിക്കുക. ഈ തെറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ള ആണ് പാപം. തെറ്റ് ചെയ്താൽ സംഭവിക്കുക, മനസ്സിന് നാം അറിയാതെ ഡിപ്രഷൻ ഉണ്ടാകും. ഇനി ഈ തെറ്റും ശരിയും ഓരോ സമൂഹത്തിനും, ഓരോ ജാതി, ഓരോ ദേശത്തിനും, ഓരോ മതങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിരിക്കാം. അത് വേറെ സ്റ്റോറിയാണ്, എന്താണ് തെറ്റ് എന്നുള്ളത്, എന്താണ് ശരി എന്നുള്ളത്. പക്ഷേ തെറ്റ് ചെയ്താൽ അത് നാസ്തികരായിക്കോട്ടെ, ഈശ്വര വിശ്വാസമില്ല, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മത്തിലൊന്നും വിശ്വാസമില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ വിശ്വാസമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ സുഖമായിട്ട് ജീവിക്കണം എന്ന ചാർവാക സിദ്ധാന്തമൊക്കെ പറയുന്ന അവ തന്നെ ആയിക്കോട്ടെ. പക്ഷെ തെറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് അവരറിയാതെ തന്നെ ഒരു ഡിപ്രഷൻ ഉണ്ടാകും. ആ ഡിപ്രഷനാണ്, അത് ചിലപ്പോൾ ബാഹ്യമായിട്ട് ക്രൂരതയായിട്ട് കാണും. ആ ഡിപ്രഷൻ തന്നെ മറ്റൊരു രീതിയിൽ അഹങ്കാരമായിട്ട് വരും. കാരണം ഡിപ്രഷൻ്റെ സൈക്കോളജിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ, ഡിപ്രഷൻ ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. കാരണം അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഡിപ്രഷനുള്ള ആൾ മിണ്ടാതെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടാവും, ആരെന്ത് പറഞ്ഞാലും ഒരു റിയാക്ഷനും ഇല്ലാതെ ഉദാസീന ഭാവത്തിലിരിക്കും. ചില ഡിപ്രഷനുള്ള ആൾക്കാർ ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറും. ഇതൊക്കെ സൈക്കോളജിയിൽ, മനഃശാസ്ത്രത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഡേഞ്ചറാണ്. അത് ചിലപ്പോൾ ശത്രുവിന്, മിത്രത്തോട്, ഏറ്റവും അടുത്ത മിത്രത്തോട് പോലും വളരെ ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരു സ്ഥിതി വരും. എപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു നിശ്ചയമില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു മനോഭാവം, അത് ഏതെങ്കിലും പ്രവൃത്തിയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ആ പ്രവൃത്തിയെ ഒഴിവാക്കണം. ആ പ്രവൃത്തി നാം ചെയ്യാൻ പാടില്ല, അതല്ലേ വേണ്ടത്. അത്രയേ ഉള്ളൂ പാപത്തിൻ്റെ കഥ. പാപം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ മനസ്സിനെ ഇന്നോ നാളെയോ, ഇപ്പോഴത്തെ ജീവിതത്തിലോ വരുന്ന ജീവിതത്തിലോ നമ്മുടെ മനസ്സിനെ പശ്ചാത്താപത്തിലേക്കും മനസ്സിൻ്റെ അവസാദത്തിലേക്കും തള്ളിവിടുന്ന ഒരു ഭാവം കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തി, അത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കിയിരിക്കണം. അപ്പോൾ ആ പ്രവൃത്തിയിൽ പല കാറ്റഗറികളുണ്ട്. പാപങ്ങൾ, മഹാപാപങ്ങൾ, അല്പപാപങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വിസ്താരമായിട്ടുള്ള രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്കും പാപമുണ്ടാകരുത്, ഒരു വ്യക്തിയും ഭാവിയിൽ ദുഃഖിക്കാൻ ഇടവരരുത്. കർമ്മം കൊണ്ട് ലഭിക്കുന്ന സുഖമായിട്ട് അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം. അങ്ങനെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലെത്തണം. അത് ഒരു തലമുറയ്ക്കെന്നല്ല, എല്ലാ തലമുറയ്ക്കും അങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നതാണ് വേദത്തിൻ്റെ സ്വരൂപം. അതുകൊണ്ട് എന്താ ചെയ്തത്? ഇപ്പോൾ ഇന്ന് നമുക്ക് എപ്പോഴും കേൾക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത്. കാരണം സനാതനധർമ്മത്തിൻ്റെ എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അതിൽ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും വളരെ വിശിഷ്ടമായിട്ടുള്ളതും പ്രാക്ടിക്കലായിട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങൾ സെലക്ട് ചെയ്താണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇപ്പോൾ എല്ലാ ദിക്കിലും സംസാരിക്കുന്ന ഒരു വലിയ വിഷയമാണ്, ആഗോളതലത്തിലുള്ള ഒരു അപായമാണ് ഈ പരിസ്ഥിതി മലിനീകരണം എന്നത്. അതുകൊണ്ട് പരിസ്ഥിതിയെ നാം സംരക്ഷിക്കണം. പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം മലിനമാകും, നാം കഴിക്കുന്ന ഭക്ഷണം വിഷാസക്തമാകും, ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് വിഷമായിരിക്കും നാം കഴിക്കുക. പിന്നെ ഭക്ഷണത്തിൽ നാം അറിയാതെ ചേർക്കുന്ന വിഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അതെല്ലാം പിന്നെ മനുഷ്യർ ചെയ്യുന്നതാണ്. ഈ വിഷങ്ങളും വിഷവാതകങ്ങളും ഒക്കെ എവിടെയാ പോകുന്നത്? എല്ലാം ഈ പ്രകൃതിയിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ പരിസര മലിനീകരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭേദം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരാശയം നേരത്തെ നമ്മൾ പറഞ്ഞത് ത്യാഗേനേകെ അമൃതത്വമാനശു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് നാട്ടുകാരൊക്കെ കളിയാക്കാറുണ്ട്, എത്രയോ കാലമായിട്ട് കളിയാക്കുന്നതാണ്. ഇങ്ങനെ ത്യാഗത്തെക്കുറിച്ച് ചിന്തിച്ചു ഇരുന്നത് കൊണ്ടാണ് ഇതുവരെയും നമുക്കൊന്നും സാധിക്കാൻ കഴിയാത്തതെന്ന്. പക്ഷെ ഈ ത്യാഗത്തെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ്, ത്യാഗം നിലനിർത്തി പോകുന്നത് കൊണ്ടാണ് ഈ ധർമ്മം ഇത്രയും കാലം നിലനിന്നത്. എനിക്ക് പരിചയമുള്ള ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹം ഒരിക്കൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് ചൈനയിൽ പോകുകയുണ്ടായി. അത്രേ അവിടെ ബിസിനസ്സുകാരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാലത്ത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, അദ്ദേഹം പറഞ്ഞത്, അതിലൊരു ചൈനക്കാരൻ ബിസിനസ്സുകാരൻ വന്ന് ഇയാളെടുത്ത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. അത്രേ എന്താ പറഞ്ഞത്? അതെ, ഈ നിങ്ങളുടെ നാട്ടിലെ ഭാരതത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ ഭയമാണ്. അതെന്താ കാരണം? എന്താണെന്ന് ചോദിച്ചാൽ, കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സാമാന്യ ജനങ്ങളുടെ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ അവർ വലിയ സ്വത്തും സമ്പത്തും ആർഭാടങ്ങളും അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ വിൽക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധാരണക്കാരും ആൾക്കാരും ഒക്കെ ആരാധിക്കുന്ന അവരുടെ ദൈവങ്ങളുടെ രൂപം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പരമശിവനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള
ഇങ്ങനെ എന്താ പറഞ്ഞ ആനത്തോലും പുലിത്തോലും ഒക്കെ ഉടുത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. പിന്നെ അവർ ജീവിച്ചിരിക്കുന്നവരെ പൂജിക്കുന്നത്, അവരുടെ പുറത്തേക്ക് വെച്ച് പൂജിക്കുന്നത് തുണിയൊന്നും ഉടുക്കാതിരിക്കുന്ന മനുഷ്യരെ, ജ്ഞാനികളായിട്ടുള്ള സിദ്ധന്മാരെയൊക്കെ അവർ ചിലപ്പോൾ കൗബീനൊക്കെ ഉടുത്തായിരിക്കും ഇരിക്കുന്നത്, ഒന്നും ഉപയോഗിക്കുന്നില്ല, വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത. അപ്പോൾ അവരെയാണ് ഇവർ ആരാധിക്കുന്നത്. അപ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഇവർ അങ്ങനെയുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നു, അവർക്ക് വലിയ സമർപ്പണമൊക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവരവരെ ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ. അതുകൊണ്ട് ഈ ഒന്നുമില്ലാത്തവരെ, ഈ ദരിദ്രരായിരിക്കുന്ന അകിഞ്ചനരായിട്ടുള്ളവരെ ആരാധിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൻ്റെ മനസ്ഥിതി അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരെപ്പോ ഇതൊക്കെ ത്യജിച്ചു കളയും എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ, വല്ല മഹാത്മാക്കളെയൊക്കെ ആരാധിക്കുമ്പോൾ അവർ അല്പവസ്ത്രവും അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ആരാധിക്കുന്നത്, പൂജിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ നാട്ടിലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയമാണത്രേ. കാരണം അത് അവർ വാങ്ങില്ല. കാരണം ത്യാഗമാണ് നിങ്ങളുടെ സിദ്ധാന്തം, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഒരു സിദ്ധാന്തം ത്യാഗമാണ് എന്ന് പറയും. അപ്പം ത്യാഗത്തിനെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനിക്കാനുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഒരു വിഷയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ധർമ്മത്തിൽ എത്ര സുരക്ഷിതമായിട്ടാണ് പരിസ്ഥിതിയെ സംരക്ഷിച്ചു പോകുന്നത്. അത് നമ്മുടെ നിത്യ ആചാരത്തിൻ്റെ ഭാഗമാക്കി പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നും നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഇത്രയും കാലം കടന്നു പോകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കാണാൻ, ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗംഗാ നദി ഉള്ളത്, യമുനാ നദി ഉള്ളത്, നമ്മുടെ ഈ വലിയ വലിയ നദികളൊക്കെ ഉള്ളത്. ഈ നദികളൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു 200 വർഷം നമ്മൾ മലിനീകരണത്തിൻ്റെ ഒരു കണക്കെടുത്താൽ, ഒരു സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിയാൽ, ഈ 200 വർഷം വന്ന മലിനീകരണത്തിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് കമ്പയർ ചെയ്ത് ഒരു 500 വർഷമോ 3000 വർഷമോ പിന്നിലേക്ക് പോയി നോക്കിയാൽ, അന്ന് മുതൽ ഇത്തരത്തിൽ മലിനീകരണം നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് പാനീയമായിട്ടുള്ള കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളം ഇല്ലാണ്ട് പോയാൽ. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത് നിലനിൽക്കുന്നത്. അപ്പം ഇത് നമ്മുടെ സനാതന ധർമ്മത്തില് ഭഗവാൻ ഈശ്വരൻ എല്ലാ സ്ഥലത്തും വ്യാപ്തമാണ്. ഈശ്വരൻ ചരാചരങ്ങളിലെല്ലാം കുടികൊള്ളുന്നു. അതുകൊണ്ട് ഈശ്വരനെ ഏത് രൂപത്തിലും നമുക്ക് ആരാധിക്കാം. കല്ലിൽ ആരാധിക്കാം, വൃക്ഷത്തിൽ ആരാധിക്കാം, മലയിൽ ആരാധിക്കാം, നദിയിൽ ആരാധിക്കാം, തടിയിൽ ആരാധിക്കാം. ഏത് രൂപത്തിലും നമുക്ക് ഭഗവാനെ ആരാധിക്കാം. ഈ രൂപത്തിലൊക്കെ ഭഗവാൻ സ്ഥിതമാണ്. സ്ഥാവരാണാം ഹിമാലയ, സ്രോതസാമസ്മി ജാഹ്നവി, അശ്വത്ഥ സർവവൃക്ഷാണാം. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? ഇതൊക്കെ ഭഗവാൻ സ്വയം പറഞ്ഞതാണ്. ഈ രൂപത്തിലൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കല്ലിനെയും മലയെയും നദിയെയും ഒക്കെ നമ്മൾ ഭഗവാന്റെ രൂപത്തിൽ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് അശ്വത്ഥ വൃക്ഷം പോലെയുള്ള വൃക്ഷങ്ങളൊക്കെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നത് എന്താണ്? ഇതിലൊക്കെ എങ്ങനെയാണ് ദൈവം വരിക? കല്ലിൽ എങ്ങനെയാണ് ദൈവം വരിക? കല്ലിനെ ആരാധിക്കുമ്പോൾ, ഒരു വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ അത് കല്ല് എന്ന് പറഞ്ഞിട്ടല്ല ആരാധിക്കുന്നത്. കല്ലിനെ ആരും ആരാധിക്കുന്നില്ല. കല്ലിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെയാണ് ആരാധിക്കുന്നത്. എല്ലാ സ്ഥലത്തും കുടികൊള്ളുന്ന ചൈതന്യത്തെ പ്രത്യേക പ്രത്യേക സ്ഥാനങ്ങൾ, ആരാധനാലയങ്ങൾ നിശ്ചയിച്ച് ആരാധിക്കുന്നു. അപ്പോൾ ഈ ആരാധിക്കുന്നതൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇതെല്ലാം പ്രകൃതിയുടെ ആരാധനയിൽ നിന്ന് വന്നതാണ്. വിഗ്രഹാരാധനയുടെ ഒരു സുദീർഘമായ ഇതിഹാസമുണ്ട്. എങ്ങനെയാണ് അത് രൂപപ്പെട്ടു വന്നതെന്നൊക്കെ.
അത് മറ്റൊരു വിഷയമാണ്. എന്തുകൊണ്ട് അങ്ങനെ മാറി മാറി വന്നു. ആദ്യകാലത്ത് വൈദിക ശാസ്ത്രങ്ങളിൽ നമ്മൾ നോക്കിയാൽ അവിടെ സൂര്യചന്ദ്രന്മാരാകുന്ന ദേവന്മാരൊക്കെയാണ് ആരാധ്യരായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ പ്രതീകങ്ങളിലേക്ക് മാറി. അത് ഓരോ കാലഘട്ടത്തിലും ആൾക്കാരുടെ മനസ്സിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് പ്രതീകങ്ങൾ ഉണ്ടാക്കി, ആ പ്രതീകങ്ങൾ ഉണ്ടാക്കി അങ്ങനെ വിസ്തരിച്ചു വന്നു. ഇപ്പോഴും വിസ്താരം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് കണ്ടത്, എനിക്ക് ചിരിക്കാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനൊരു സംഭവം കണ്ടു. ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ ഒരു എന്തെങ്കിലും വിളക്ക് വയ്ക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇതേപോലെ ഫോട്ടോയ്ക്ക് പകരം ഒരു 2 മൊബൈല് ഇതേപോലെ വച്ചിട്ടുണ്ട്. ഈ 2 മൊബൈലിൽ 2 ഭഗവാന്മാരുടെ ചിത്രമുണ്ട്. അപ്പോൾ അത് കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവർ നടത്തിയ ഒരു പരിപാടിയാണ്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ചിത്രമൊന്നും കണ്ടില്ല. അവർ ഉടനെ ഡൗൺലോഡ് ചെയ്ത് എന്താ ചിത്രം വേണ്ട, സ്വാമിജി ആരുടെ ആരാധകനാണെന്ന് നോക്കിയിട്ട് ആ ചിത്രം ഡൗൺലോഡ് ചെയ്ത് അതെങ്ങനെയോ അത് ഫ്രെയിമിൽ ഫിക്സാക്കി വെച്ച് അത് 2 വച്ചിട്ട് ഇതിൽ തന്നെ ചെയ്തോളം പറഞ്ഞു. ശരി, ഇപ്പം അതിൽ വ്യത്യാസം എന്താണ് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നതും മൊബൈലിൽ വെക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസം ഇല്ല. അപ്പോൾ ആരാധന രീതി മാറുകയാണ്. അപ്പം അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. അതൊരു കാലഘട്ടത്തിൽ വരുന്ന, അതല്ല വിഗ്രഹം തന്നെ വെക്കണം, അത് കൃഷ്ണശിലയുള്ള വിഗ്രഹം തന്നെ ആകണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം അതിന് സമയാസമയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി. നമ്മുടെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഈ മാറ്റങ്ങളൊക്കെ ധർമ്മത്തിന് അനുകൂലമായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ സമൂഹത്തിനും വരുന്ന തലമുറയ്ക്കൊക്കെ അനുകൂലമായിരിക്കണം. അപ്പോൾ പറഞ്ഞു, ഈ ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യാഹ മാതാച്ചതേ പിതാച്ചതേ അഗ്രം വൃക്ഷസ്യ രോഹിതഃ. ഇതൊക്കെ വേദമന്ത്രങ്ങളാണ്. ഈ ഭൂമി മാതാവാണ്. ഞാൻ ഈ ഭൂമിയുടെ പുത്രനാണ്. പുത്രോഹം പൃഥിവ്യാ. ഇപ്പൊ നമ്മൾ ഭാരതം മാതാവാണെന്ന് പറയുമ്പോൾ ഇത് വേദത്തിലുള്ള സങ്കല്പമാണ്. അപ്പൊ മാതാവ് എന്ന രീതിയിൽ ഭൂമിയെ കാണുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ എവിടെയാ മാതൃത്വം? അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ഈ ഭൂമി എങ്ങനെയാ മാതാവാകുക? ഒന്നോർക്കുക, ഈ രീതിയിലുള്ള ഒരു സങ്കല്പം സനാതന ധർമ്മത്തിലല്ലാതെ ഇന്ന് വരെയുള്ള ലോകത്തെ മറ്റ് ഒരു മതങ്ങളിലും ഒരു മതഗ്രന്ഥങ്ങളിലും ഇങ്ങനൊരു സങ്കല്പമില്ല. മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ഈ ഭൂമി ഭോഗ്യമാണ് എന്നാണ്. ഭൂമിയെ പരമാവധി ഭോഗം ചെയ്യുക, ചൂഷണം ചെയ്യുക, എങ്ങനെയെങ്കിലും ഭോഗം ചെയ്യുക, നമുക്ക് ഭോഗ്യമായിട്ടുള്ളതാണ്, ഭോഗവസ്തുവാണ്. പക്ഷെ ഇവിടെ പറയുന്നത് മാതാ പൃഥിവി പുത്രോഹം പൃഥിവ്യാഹ. അപ്പൊ മാതൃഭാവം പൃഥ്വിയിൽ കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കാന്ന് ആലോചിക്കോ? എങ്ങനെയാണ് നമ്മുടെ ഋഷിമാര് പരിസര സംരക്ഷണം നടത്തിയിരുന്നതെന്ന് പറയുകയാണ്. നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ആ വിചാരധാരയെക്കുറിച്ച് പറയുകയാണ്. മാതൃഭാവത്തിൽ എന്തിനെ നമ്മൾ കണ്ടാലും ഒരു പുത്രന് അല്ലെങ്കിൽ ഒരു പുത്രിക്ക് മാതൃഭാവത്തിൽ കാണുന്നതിനെ അങ്ങേയറ്റം സ്നേഹിക്കാനും ആദരിക്കാനുമേ തോന്നുള്ളൂ. ഒരിക്കലും അതിനെ ദ്രോഹിക്കാൻ തോന്നില്ല. അപ്പൊ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതൊക്കെ ഭൂമിയുടെ അനുഗ്രഹമാണ്, അത് മാതാവിൻ്റെ സ്നേഹമാണ് എന്ന ഭാവത്തിലായിരിക്കും അവൻ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചാൽ ഒരിക്കലും തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഭൂമിയെയോ മറ്റ് പ്രകൃതിയുടെ നദികളെയോ ഒക്കെ വൃക്ഷങ്ങളെയോ ഒക്കെ ചൂഷണം ചെയ്യില്ല. അങ്ങനെ ചൂഷണം ചെയ്താൽ അത് പാപമാണ് എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പാപത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് പാപമാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ്. അതില് ഭൂമി കുഴിക്കുമ്പോൾ, കാരണം ഭൂമി പലപ്പോഴും നമുക്ക് കുഴിക്കേണ്ടി വരാറുണ്ട് നമുക്ക് വീടുണ്ടാക്കണമെങ്കിൽ. അപ്പൊ ഭൂമി കുഴിക്കുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതൊക്കെ ഇന്നൊക്കെ നമ്മൾ ഭൂമി കുഴിച്ച്
വീടൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതിന് മുൻപ് ശിലാപൂജയും ഭൂമി പൂജയൊക്കെ ചെയ്യും. ആ ഭൂമി പൂജയും ശിലാപൂജയൊക്കെ ചെയ്യുമ്പോൾ വൈദികർ വന്ന് ആ മന്ത്രം പഠിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ താത്പര്യം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വസ്തുതയൊക്കെ മനസ്സിലാകും. പക്ഷെ ഇന്നിപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയാറില്ല. ഒരു ചടങ്ങായിട്ട്, ഒരു ആചാരമായിട്ട് നമ്മൾ ചെയ്യുന്നു. എന്തോ ഉണ്ട് അതിൽ എന്നൊരു വിശ്വാസത്തിൽ ചെയ്യുന്നു എന്നുള്ള. അതിൽ പ്രാർത്ഥിക്കുന്നത് യത്തേ ഭൂമേ വിഘനാമി ക്ഷിപ്രം തദ വിരോഹതോ മമതേ മർമ്മ വിമൃഗ്വരീ മാതേ ഹൃദയം അപീപം. ഇത് അഥർവവേദത്തിലൊരു മന്ത്രമാണ്. എന്താ പറയുന്നത്? അല്ലയോ ഭൂമി ദേവി, ഞാൻ എൻ്റെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി, കാരണം ഒരു വീടുണ്ടാക്കുക, ഗൃഹം എന്ന് പറയുന്നത് അത്യാവശ്യമാണെന്ന് വയ്ക്കാം, അതിനു വേണ്ടി വിഘനാമി, നിന്നെ കുഴിക്കുന്നു. ഇപ്പൊ കുഴിയെടുക്കുകയാണ്. പക്ഷെ എൻ്റെ പ്രാർത്ഥന, ഈ ഞാൻ എടുക്കുന്ന കുഴി എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ക്ഷിപ്രം തദപിരോഹതു, എത്രയും പെട്ടെന്ന് അത് നിറയണം. നിനക്ക് ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്ന് നോക്കാം. അത് എത്ര ഭാവത്തിലാണ് പ്രാർത്ഥിക്കുന്നത് നോക്ക്. ഇതുകൊണ്ട് നാശം ഉണ്ടാവരുത്, ഇതെന്റെ അപേക്ഷയാണ്. കാരണം എന്താണ്? ഭൂമി മാതാവാണ് എന്നുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മൾ നിയമം ഉണ്ടാക്കി, അനേകം നിയമങ്ങൾ ഉണ്ടാക്കി പരിസരം സംരക്ഷിക്കാനുള്ള ശ്രമം ചെയ്യുന്നുണ്ട്. ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. പരിസര സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. എന്ത് ചെയ്യുമ്പോഴും പരിസര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ട്, അതിൽ നിന്ന് പെർമിഷൻ വേണം ഒക്കെ, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിലുള്ള പെർമിഷൻ, എന്തെല്ലാം പെർമിഷൻസ് വേണം. ഇതൊക്കെ വെറുതെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിലൊന്നും യാതൊരു ഭാവവുമില്ല. ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ മറികടന്നു ചെയ്യുന്ന കാര്യങ്ങളും നമുക്കറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. കാരണം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യരാണ് അത് പരിപാലിക്കേണ്ടത്. നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പുറത്തു ചാടാനുള്ള വഴികളും അതിൽ കണ്ടെത്താൻ നമുക്ക് കഴിയും. അങ്ങനെയാണത് ഉണ്ടാക്കുക. പക്ഷേ ഈ ഭാവത്തിലാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ, ഈ ഭക്തിയോടുകൂടിയാണ് അങ്ങനെ ചെയ്യുന്നതുണ്ട്, ഇത് ഈശ്വരന്റെ അനുഗ്രഹമാണ് എന്ന ഭാവത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനി ഈ ഒരു കാര്യത്തിന്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ നാട്ടില് ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും അപായമായിട്ടുള്ളൊരു സ്ഥിതിയുള്ളത്, ഞാനിത് പറഞ്ഞു കേട്ട് നിങ്ങൾക്കൊന്നും വിഷമം തോന്നരുത്, അല്ലെങ്കിൽ ആക്ഷേപം പറയുകയാണെന്ന് തോന്നരുത്. ഭയങ്കര അപായമായിട്ടുള്ള സ്ഥിതിയുള്ളത്, നമ്മൾ പരമാവധി ഭൂമിയെ നമ്മുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി, കേവലം നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി പരമാവധി ഭൂമിയെ ക്യാപ്ചർ ചെയ്ത് ഉപയോഗിക്കുകയാണ്. അതിൽ കൃഷിസ്ഥലം വിടുന്നില്ല, വനപ്രദേശം വിടുന്നില്ല, എല്ലാ സ്ഥലത്തും വീടുണ്ടാക്കുക, കെട്ടിടങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന ഭാവിക്ക് വേണ്ടി കൂടി ജീവിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു കുടുംബത്തിന്, ഇപ്പോൾ ഒരു കുടുംബത്തിൽ എങ്ങനെയാണുള്ളത്? 4 പേര്, മാക്സിമം 4 പേര്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ 6 പേര്, അല്ലെങ്കിൽ 2 പേരുടെയും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ 8 പേര്. ഇതാണ് സാധാരണ ഒരു കുടുംബത്തിലുള്ളത്. അതിൽ കുറവേ ഉണ്ടാവാറുള്ളൂ, കൂടുതൽ ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് ജീവിക്കാൻ എത്ര സ്പേസ് വേണം? പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന വീടുകൾ, ഇപ്പൊ ഈ ഏത് സ്ഥലത്ത് കേരളത്തിൽ സഞ്ചരിച്ച് നോക്കിയാലും വീടുകൾ ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ഫാഷനായിട്ട് മാറിയിരിക്കും. സമ്പാദിക്കുന്ന പണം അത്രയും ചെലവാക്കും, അതിനോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് ലോണും എടുക്കും, എല്ലാം എടുത്ത് വലിയൊരു വീടങ്ങുണ്ടാക്കും. 2 നിലയോ 3 നിലയോ അല്ലെങ്കിൽ അത്രയും വിസ്താരമായിട്ട് വീടുണ്ടാക്കും. എന്നിട്ട് ആ വീടിൻ്റെ 1 2 റൂം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ബാക്കിയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കാൻ തന്നെ സാധിക്കാത്ത ഒരു പ്രശ്നമുണ്ട്.
എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് എൻ്റെ ഉദ്ദേശം? വീട് താമസിക്കാൻ വേണ്ടി വേണം, വീട് സുരക്ഷിതമായിരിക്കണം, അത്യാവശ്യ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, രോഗങ്ങൾ വരാത്ത രീതിയിലുള്ള രോഗനിയന്ത്രണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം, കള്ളന്മാരുണ്ടെങ്കിൽ അവരെ നിന്ന് രക്ഷപ്പെടാനുള്ള വകകളൊക്കെ ഉണ്ടായിരിക്കണം, അതൊക്കെ ആയിക്കോട്ടെ, വേണ്ട സൗകര്യങ്ങളായിരിക്കട്ടെ. പക്ഷേ ഭാവിയിൽ കൃഷി ചെയ്ത് പച്ചക്കറികളോ പച്ചക്കറിത്തോട്ടമോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഭക്ഷിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കേണ്ട ആ സ്ഥലവും കൂടി അനാവശ്യമായിട്ട് വീട് കെട്ടി കോൺക്രീറ്റ് ആക്കി നശിപ്പിക്കും. എന്നിട്ട് ഇത് നോക്കാൻ ആരുമില്ല. ഓരോരോ ചില ഗ്രാമങ്ങളിലൊക്കെ പോയാൽ, പാലക്കാടൊക്കെ പല ഗ്രാമങ്ങളിൽ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു 100 വീട്ടിൽ കയറിയാൽ 10 പേരെ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? ബാക്കിയുള്ളവരൊന്നും അവിടെ ഇല്ല, അവരെല്ലാം ജോലിക്ക് പോയിരിക്കുന്നു, എവിടെയെങ്കിലും പോയിരിക്കുന്നു, അവിടെ ഒന്നുമില്ല. വീടുകളുണ്ട് ഇങ്ങനെ ഇഷ്ടം പോലെ കാണാം. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ വളരെ ബുദ്ധിമാന്മാരാണ്, എഡ്യൂക്കേഷൻ ഉള്ളവരാണെന്നാണ്, പക്ഷേ നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, സ്വാർത്ഥത മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വരുന്ന പരമ്പര അവർക്കൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണമെങ്കിൽ എവിടെ ഉണ്ടാക്കും? കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ സ്ഥലം ഉണ്ടാവുമോ? ഇനി വച്ച വീടുകളൊക്കെ പൊളിക്കാന്ന് വെക്കാം. വച്ച വീടുകൾ പൊളിച്ചാൽ ആ പൊളിച്ച സ്ഥലത്ത് കൃഷി ചെയ്യാൻ കഴിയുമോ? അത് വെറും ഉപയോഗശൂന്യമായ തരിശു പ്രദേശമായിട്ട് മാറും. തീർച്ചയായിട്ടും നമുക്ക് സങ്കല്പിക്കാം, കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു സമൂഹം വരും, നമ്മുടെ തന്നെ ഒരു തലമുറ വരും, അവർ ഈ വീടുകളൊക്കെ പൊളിക്കും. കാരണം ഓൾറെഡി അങ്ങനൊരു വിചാരം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്ക് തോന്നുന്നത് പോലെ വീടുണ്ടാക്കാൻ പറ്റില്ല. എല്ലാ നഗരസഭകൾക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും നിയമം കൊടുക്കും. അതായത് ഒരു ഫാമിലിയിൽ ഇത്ര പേരുണ്ടെങ്കിൽ ഇത്രയേ വീടുണ്ടാക്കാവൂ. അഥവാ കൂടുതൽ വീടുണ്ടാക്കണമെങ്കിൽ 2ാമത്തെ നില ഉണ്ടാക്കണം, അല്ലെങ്കിൽ 3ാമത്തെ നില ഉണ്ടാക്കണം. ഭൂമി ക്യാപ്ചർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഭൂമി മുകളിലേക്ക് വീടുണ്ടാക്കിയിട്ടും വെറുതെ വയ്ക്കാൻ പാടില്ല. അത് വീടില്ലാത്ത ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ കൊടുത്ത് സഹായിക്കുകയോ ചെയ്യണമെന്നൊക്കെ നിയമം കൊണ്ടുവരേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂ നമുക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു വലിയൊരു വീടുണ്ടെങ്കിൽ എല്ലാവരും വന്ന് കാണുമ്പോൾ എന്തൊരു വീടാണ്, വലിയൊരു വീട് എന്ന് കാണും. നമ്മൾ എത്രയോ പത്രങ്ങളിലൊക്കെ കഥകൾ കേട്ടിട്ടില്ലേ? വലിയ വീടുണ്ടാക്കി കടം വന്നു, ലോൺ എടുത്തത് അടയ്ക്കാൻ പറ്റിയില്ല, പിന്നെ അവർക്ക് സംഭവിച്ച കഥകളൊക്കെ. എത്ര മണ്ടത്തരം നോക്കും. അപ്പൊ ഇതൊരു എന്താ പറയുന്ന ഒരു മാസമായിട്ടുള്ള ഒരു മാനസിക പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടത്. അതിനങ്ങനെ കക്ഷിഭേദം, പാർട്ടി ഭേദം, എന്താ പറയുന്ന മതഭേദം ഒന്നുമില്ല, എല്ലാവരിലും ഉണ്ട്. ഇത് ഭാരക പ്രശ്നമാണ്. ഇതേ രീതിയിൽ നമ്മൾ ബോംബെയിലൊക്കെ ചില ആൾക്കാർ പോയി കഴിഞ്ഞാൽ, എനിക്കൊരു പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഒരുമാതിരി നല്ല ബിസിനസ്സുകാരനും വലിയൊരു കോടീശ്വരനൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന് പുറത്ത് കാണുകയും അദ്ദേഹത്തിന്റെ വീടൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഇദ്ദേഹം ഇത്രയും വലിയൊരു പണക്കാരനാണ്. ഒരു സാധാരണ ഫ്ലാറ്റിൽ അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു 800 മാരുതിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ സത്സംഗത്തിൽ പോകുമ്പോഴൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ട് വരുന്ന ആ മാരുതിയിലായിരുന്നു. എന്നിട്ട് ഈ മാരുതി ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകും. അവസാനം ഞാൻ ചീത്ത പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് അത് മാറ്റിച്ചു. അത്രയും സിമ്പിളായിട്ടാണ്. അത് ആ ഒരു നഗരത്തിൽ അങ്ങനെയാണെന്ന് വെക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ എത്ര സയന്റിഫിക് ആണ് നമ്മുടെ ധർമ്മത്തിന്റെ ചിന്തകളെന്ന് നോക്കാം. നിയമം കൊണ്ട് പരിപാലിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാര്യത്തെയാണ് ഭാവം കൊണ്ടും ഭക്തി കൊണ്ടും പരിപാലിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഇതേപോലെ നദികളെ കുറിച്ച് പറയുന്ന പ്രാർത്ഥന, നദികളിൽ കുളിക്കേണ്ട നിയമം, നദികളെ ഉപയോഗിക്കേണ്ട നിയമം, എങ്ങനെ വേസ്റ്റ് ഇല്ലാണ്ടാക്കണം, അതിനൊക്കെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ പരിസ്ഥിതി സംരക്ഷണം എന്നത് നമ്മുടെ ധർമ്മത്തിന്റെ, ഇപ്പൊ യോഗ എങ്ങനെയാണോ ലോകത്തിന് ഏറ്റവും ഉപകാരമായി മാറിയിരിക്കുന്നത്, അതുപോലെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഈ നിയമം, ഈ വ്യവസ്ഥ, ഈ ചിന്തനം ഒരു കാലത്ത് ലോകം ഇപ്പോൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതല്ലാണ്ട്
വേറെ വഴിയൊന്നുമില്ല. നിയമം കൊണ്ടും ദണ്ഡനീതി കൊണ്ടും ഒരിക്കലും നമുക്ക് പൂർണ്ണമായ കാര്യം സാധിക്കാൻ കഴിയില്ല. പക്ഷെ ഇതിൻ്റെ കാരണം മനസ്സിലാക്കണം. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനിയും ഇതിൽ വിഷയങ്ങളുണ്ട്, നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ഒരു ചെറിയ ചോദ്യം ഇവിടെ ഉണ്ട്, അതിനെക്കുറിച്ച് അല്പം പറഞ്ഞ് ഇന്നത്തെ വക്തവ്യം അവസാനിപ്പിക്കാം. ഇന്നലെ ചിന്തിച്ച പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മൻ തന്നെയല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് സ്വാമിജി ഒന്നും പറഞ്ഞില്ല. തീർച്ചയായിട്ടും വിഷ്ണു ശർമ്മൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പഞ്ചതന്ത്രത്തിൻ്റെ രചയിതാവ് അദ്ദേഹം തന്നെയാണ്. കാര്യവും കാരണവും, കോസ് ആൻഡ് എഫക്റ്റ്, കർമ്മതത്വത്തിൻ്റെ അടിസ്ഥാനമല്ലേ? അതിനെക്കുറിച്ച് വേദങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. ആ വേദത്തിൽ പറഞ്ഞ കോസ് ആൻഡ് എഫക്റ്റ് തിയറിയുടെ സാരാംശമാണ് ഇന്നലെ ഞാനിവിടെ വെളിപ്പെടുത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തത്വമസിയെക്കുറിച്ച് പറഞ്ഞതും അതുപോലെ എല്ലാത്തിൻ്റെയും കാരണമായിരിക്കുന്ന ആ കാര്യകാരണ സംബന്ധം പറയാൻ തന്നെ കാരണം അതാണ്. നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന അകാട്യമായ ഒരു യുക്തിയാണ് ഈ കോസ് ആൻഡ് എഫക്റ്റ് തിയറി എന്നുള്ളത്. അത് നമ്മുടെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, തുടർന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആധുനിക ശാസ്ത്രവും സനാതനധർമ്മവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ അബ്രാഹ്മിക് മതപ്രകാരം ശാസ്ത്രവും മതവും രണ്ടാണ്. സ്വാമിജി ഉദ്ദേശിച്ചത് അതാണെന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം സനാതനധർമ്മത്തിലെ ആധുനിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആധുനിക കാലത്ത് ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നു. സനാതനധർമ്മത്തിൻ്റെ നിത്യമായ ചിന്തയിൽ നോക്കുമ്പോൾ ഭൗതികത എന്നത് എക്കാലത്തും ഉണ്ടായിരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഭൂമിയെക്കുറിച്ച് എന്താ ആധ്യാത്മികത പറയാനുള്ളത്? സാധാരണ നമ്മൾ ചിന്തിച്ചു നോച്ചു, ഭൂമിയെക്കുറിച്ച് എന്താ ആധ്യാത്മികത പറയാനുള്ളത്? ജലത്തെക്കുറിച്ച് എന്താ ആധ്യാത്മികത പറയാനുള്ളത്? ഉണ്ടോ? ഭൂമി എങ്ങനെ ആധ്യാത്മിക ശാസ്ത്രമാകും? ഭൂമിശാസ്ത്രം എങ്ങനെ ആധ്യാത്മിക ശാസ്ത്രമാവുക? പക്ഷേ സനാതനധർമ്മത്തിൽ ഭൂമിശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രമാണ്, ജൈവശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രമാണ്. കാരണം ഇതിലൊക്കെ ആധ്യാത്മികതയുടെ തത്വമുണ്ട് എന്നാണ്. ആത്മാവിനെയും പരമാത്മാവിനെയും മാറ്റി നിർത്തി ഭൂമിയെ നാം കാണുന്നില്ല. അതുകൊണ്ടാണ് ഭൂമി ദേവി എന്നാണ് നാം പ്രാർത്ഥിക്കുക. ഭൂസൂക്തം എന്നൊരു സൂക്തം തന്നെ വേദത്തിലുണ്ട്. ഭൂമിയെ സ്തുതിക്കുന്ന ഒരു സൂക്തമല്ല, അനേകം സൂക്തങ്ങളുണ്ട്. അതിലൊരു സൂക്തത്തിലുള്ളതാണ് ഈ ഇവിടെ പറഞ്ഞത്, അഥർവ വേദത്തിലെ ഭൂമി സൂക്തം. അതിലാണ് ഈ വാക്കുകൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഭൗതിക ശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും എന്ന വിഭാഗം സൃഷ്ടിക്കേണ്ടി വന്ന അന്നത്തെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സൃഷ്ടിക്കേണ്ടി വന്നത് എന്ന്. പക്ഷെ നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഭാരതത്തിലെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ചാർവാകനെ, അന്ന് ഭാരതീയനായിരുന്ന രാജാവ്, ചാർവാകന്മാരുടെ ഉറ്റകാലത്ത് ഭാരതീയനായിരുന്ന ഏതെങ്കിലും ഒരു രാജാവ് ഏതെങ്കിലും ഒരു ചാർവാകനെ തൂക്കിക്കൊന്നതായിട്ടോ അല്ലെങ്കിൽ പിടിച്ച് ജയിലിലിട്ടതായിട്ടോ വിഷം കൊടുത്തതായിട്ടോ കേട്ടിട്ടുണ്ടോ? ചാർവാകനെ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. ബൗദ്ധമതം വന്ന കാലത്ത് അന്നും അങ്ങനെ ഒരു പരിസ്ഥിതി ഉണ്ടായിരുന്നു. കാരണം ബൗദ്ധമതം വേദത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം അതുപോലെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തത്വങ്ങളൊക്കെ കുറേ അംഗീകരിക്കുന്നുണ്ടെങ്കിലും വേദത്തിലെ കുറേ ആചാരങ്ങളൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവർ വേദത്തെ അംഗീകരിക്കാത്തവരാണ് എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്? അന്നുണ്ടായി വന്ന എല്ലാ ബൗദ്ധരെയും ആക്രമിച്ച് നശിപ്പിക്കണമായിരുന്നു. ഒരിക്കലും ചെയ്തില്ല. മറിച്ച് ബൗദ്ധരായിട്ട് മാറിയിട്ട് അവരൊരു മതസംഘടനയായിട്ട് മാറി പിന്നീട് അവരുടെ സംഘത്തിൽ ഇല്ലാത്തവരെ ആക്രമിച്ചതായിട്ടുള്ള കഥകളുണ്ട്.
അതൊക്കെ അശോകന്റെ കാലത്തിന് മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ രീതിയിൽ അതൊന്നും അനംഗീകാരമായിരുന്നില്ല. അവരെയും അംഗീകരിച്ചിരുന്നു. വലിയ വലിയ രാജാക്കന്മാരാണ് അവരുടെ പക്ഷത്തേക്ക് പോയത്. പക്ഷെ എന്നിട്ടും ഒരു പ്രക്ഷോഭമോ ഒരു വിക്ഷോഭമോ ഒന്നും ഉണ്ടായിട്ടില്ല. അഹിംസ പരമോ ധർമ്മോ എന്ന് അവർ പറഞ്ഞു പോയപ്പോൾ അത് നമ്മുടെ വേദത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അംഗീകരിച്ചു. പിന്നെ സംഭവിച്ചത് എന്താണ്? ബുദ്ധനെ നമ്മുടെ ദശാവതാരങ്ങളിൽ ഭഗവാന്റെ തന്നെ ഒരു അവതാരമായിട്ട് അംഗീകരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ അവതാരമായിരിക്കെ എങ്ങനെയാണ് വേദത്തെ അംഗീകരിച്ചില്ല എന്ന് പറയുന്ന ശ്രീബുദ്ധനും അവതാരമായി മാറിയതെന്ന്? അങ്ങനെ അംഗീകരിക്കാൻ നമുക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന അനേകം അമ്പലങ്ങൾ ബൗദ്ധർ കൈയടക്കി അവരുടെ സാമർഥ്യം കൊണ്ട്. കാരണം രാജാക്കന്മാരുടെയൊക്കെ അവരുടെ പക്ഷത്തായപ്പോൾ അവരുടെ സാമർഥ്യം ഉണ്ടായി. ആ സാമർഥ്യം കൊണ്ട് അവർ പല അമ്പലങ്ങളും ബൗദ്ധ വിഹാരങ്ങളാക്കിയിട്ടുള്ള കഥകളുണ്ട്. അപ്പോൾ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായി, പിന്നെ അതിന് മാറ്റം ഉണ്ടായി, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിനൊന്നും എതിർപ്പുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? കാരണം അറിഞ്ഞോ അറിയാതെയോ സനാതനധർമ്മത്തിൻ്റെ തത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ, സബ് കോൺഷ്യസിൽ ഈശാവാസ്യമിതകും സർവം യത്കിഞ്ച ജഗത്യാം ജഗത് സർവം ഖലുഇദം ബ്രഹ്മ, എല്ലാം എൻ്റെ സ്വരൂപമാണ് എന്നൊരു ഭാവന ഉണ്ടാകും. അതുകൊണ്ട് അത്തരം പ്രക്ഷോഭങ്ങൾക്ക് ഏതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല, ഉണ്ടാകാറില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാം, സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ് ഭൗതിക ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും രണ്ടായി കാണാതെ ഒന്നായി കണ്ട് എന്നുള്ളത്. അവിടെ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അപ്പോൾ ഈ സ്വാമിമാരുടെ കഥ എന്താണ്? സ്വാമിയാവുമ്പോൾ സന്യാസം എടുക്കുമ്പോൾ ഭൗതിക ജീവിതമൊക്കെ ഉപേക്ഷിക്കാറുണ്ടല്ലോ. അപ്പോൾ സ്വാമിമാരെന്തിനാ ഭൗതിക ജീവിതം ഉപേക്ഷിക്കുന്നത്? പലരും ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരാൾ എഴുതി ചോദിച്ചൊരു കാര്യമാണ്, ഗൃഹസ്ഥനായിട്ടും സന്യാസിയെ പോലെ ഇരുന്നുകൂടെ? ഗൃഹസ്ഥനായിക്കൊണ്ട് തന്നെ ബ്രഹ്മജ്ഞാനം സാധിച്ചുകൂടെ? എന്തിനാണ് സന്യാസത്തെക്കുറിച്ച് ഉപദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ശരിയാണ്. ഏതവസ്ഥയിലും ബ്രഹ്മജ്ഞാനം സാധിക്കാം. ശങ്കരാചാര്യ സ്വാമിജികള് അദ്ദേഹത്തിൻ്റെ ഗീതാഭാഷ്യത്തിൽ വ്യക്തമായി തന്നെ തുറന്നു പറയുന്നുണ്ട്. കാരണം ശങ്കരാചാര്യ സ്വാമിജികളെ പോലെ ഇത്രയും വലിയൊരു സന്യാസി സഹസ്രാബ്ദത്തിൽ ഉണ്ടായിട്ടില്ലോ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബ്രഹ്മജ്ഞാനം ആർക്കും ഏതവസ്ഥയിലും സാധിക്കാം, അതിന് ദോഷമൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു പ്രശ്നം മാത്രം. ഈ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുമ്പോൾ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ട സാധനകളൊക്കെ ശരിക്കും അനുഷ്ഠിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം അവിടെ രണ്ട് പ്രാക്ടീസുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താ പറയുക മലയാളത്തിൽ? വൈരുദ്ധ്യത. അതെ. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ നിൽക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഗൃഹസ്ഥാശ്രമം എന്ന് പറയുമ്പോൾ ഈ ആശ്രമത്തിൻ്റെ കുറേ നിയമങ്ങളുണ്ട്. അത് പാലിക്കുമ്പോഴാണ് അത് ഗൃഹസ്ഥനാകുന്നത്. അല്ലാതെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച് വേദാന്ത പുസ്തകങ്ങൾ അഭ്യസിച്ചതുകൊണ്ട് മാത്രമൊന്നും ഗൃഹസ്ഥനായില്ല. അത് പാലിക്കുമ്പോൾ ഗൃഹസ്ഥനാവും. അപ്പോൾ ഗൃഹസ്ഥാശ്രമി ആണെങ്കിൽ, ശരിയായിട്ടുള്ളൊരു ഗൃഹസ്ഥാശ്രമി ആണെങ്കിൽ, അയാൾക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ അതോടൊപ്പം സന്യാസധർമ്മങ്ങളും പരിപാലിക്കുക കഷ്ടമാണ്. ഇപ്പം നമ്മളെ സന്യാസധർമ്മത്തിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പറയൂ, അയ്യോ അമ്പമ്പോ ഇത് നമുക്ക് പറ്റാത്ത പരിപാടിയാണ്. കാണുമ്പോൾ വളരെ നല്ലതാണ്, കാണുമ്പോൾ വളരെ എന്താണ് പറഞ്ഞ ഇങ്ങനെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ ശരിക്കും സന്യാസ ജീവിതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം ഏറ്റവും വലിയൊരു പ്രശ്നം
ഈ വസ്ത്രം ഇട്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം എല്ലാവരുടെയും റിയാക്ഷൻസ് കാണണം. എവിടെ ആരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലവരൊക്കെ വളരെ ആദരവോടുകൂടി കാണും, ചില സ്ഥലത്ത് ഇരിക്കാനൊക്കെ പറയും, ചില സ്ഥലത്ത് ഇറക്കി വിടും. ഇങ്ങനെ പല രീതിയിലുണ്ട്. നമ്മൾ ചിന്തിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ. പക്ഷേ അതൊക്കെ സഹിക്കാനും അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും കഴിയുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സന്യാസം എന്ന് പറയുന്ന ചിട്ടയിലേക്ക് പോകുന്നത്. അതൊരു ചിട്ടയാണ്, ഒരു ജീവിതത്തിൻ്റെ ചിട്ടയാണ്. അപ്പോൾ ശങ്കരാചാര്യ സ്വാമിജികൾ പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർത്ത് വച്ചിട്ടുള്ള പരിപാടി പ്രാക്ടിക്കലല്ല. കാരണം സമ്പാദിക്കാൻ പോവുകയും പിന്നെ സന്യാസിയായിരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ആചാരങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമം നോക്കേണ്ട കാലത്തോളം നോക്കുക, അത് കഴിഞ്ഞ് അത് ത്യജിക്കുക. യാജ്ഞവൽക്യ ഋഷി അങ്ങനെയാണല്ലോ ചെയ്തത്. യാജ്ഞവൽക്യ ഋഷി സ്വയം ബ്രഹ്മജ്ഞാനിയായിരുന്നു, മഹാഗൃഹസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലെ എല്ലാ വേദങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ വലിയ വലിയ രാജാക്കന്മാരുടെയൊക്കെ ആദരവ് ഉണ്ടായിരുന്ന മഹാഋഷിയായിരുന്നു യാജ്ഞവൽക്യ ഋഷി. പക്ഷെ ഒരു സമയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരെ വിളിച്ചു പറഞ്ഞു, കാത്യായനിയും മൈത്രേയും രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞു, നോക്കൂ, ഇത്രയും കാലം നമ്മൾ ഗൃഹസ്ഥാശ്രമമൊക്കെ ആയിട്ട് സുഖമായിട്ടൊക്കെ ജീവിച്ചു. ഇനി ഞാൻ ഈ ഗൃഹസ്ഥാശ്രമം ത്യജിച്ച് സന്യാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിയമമുണ്ട്. സന്യാസം എടുക്കുന്നതിന് മുമ്പ് ഗൃഹസ്ഥനാണെങ്കിൽ ഭാര്യയുടെ പെർമിഷൻ വേണം. ഇനി സന്യാസം എടുക്കുന്നതിന് മുമ്പ് ഗൃഹസ്ഥനല്ല ബ്രഹ്മചാരിയാണെങ്കിൽ ശങ്കരാചാര്യ സ്വാമി ചെയ്തതുപോലെ അമ്മയുടെ പെർമിഷൻ വേണം. ഇനി അമ്മ ഇല്ലെങ്കിൽ സഹോദരിയുടെ പെർമിഷൻ വേണം. അങ്ങനെയൊക്കെ നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു ചോദിച്ചപ്പോൾ അവര് ഭാര്യ ചോദിച്ചത്, മൈത്രേയി ചോദിച്ചത്, കാത്യായനി മൈത്രേയും രണ്ട് ഭാര്യമാരെ അത് സ്വത്തൊക്കെ വീതിച്ചു കൊടുത്തു. കാരണം പിന്നീട് പോയിട്ട് തമ്മിൽ വഴക്കൊന്നുണ്ടാവേണ്ട, പ്രശ്നം ഉണ്ടാവുന്ന, കേസൊക്കെ ഉണ്ടാവണ്ടെന്ന് പറഞ്ഞ് എല്ലാം വിധിച്ചു കൊടുത്തതിന് ശേഷം യാജ്ഞവൽക്യൻ പോകാൻ ഇറങ്ങുമ്പോൾ മൈത്രേയി ചോദിക്കുകയാണ് യാജ്ഞവൽക്യനോട്, ഇത്രയൊക്കെ നമുക്ക് സുഖ സൗകര്യങ്ങളും എല്ലാ വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ട് ഇതൊക്കെ ത്യജിച്ച് അങ്ങ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, എവിടേക്കാണ് പോകുന്നത്? ഇതല്ലാത്ത ഇനിയും വേറെ എന്തെങ്കിലും സുഖമുണ്ടോ? ഇത് ത്യജിച്ചാൽ കിട്ടുന്ന ഒരു സുഖം, അപ്പോൾ എന്തോ വലിയൊരു സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ത്യജിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും സൗകര്യങ്ങളും ഒക്കെ ഉള്ള സേവയ്ക്ക് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ പശുക്കളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ധനമുണ്ട്, രാജാവിൻ്റെ പ്രീതിയുണ്ട്, പിന്നെ എന്താ വേണ്ടത് ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം? അപ്പോൾ യാജ്ഞവൽക്യൻ പറയുന്നൊരു കഥയുണ്ട്. അവിടെയാണ് മൈത്രേയിയുടെ ഉപദേശം. അവിടെ പറയുന്നത് കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഈ ആചാരത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഗൃഹസ്ഥനായിട്ട് ഞാനിരിക്കുമ്പോൾ ഗൃഹസ്ഥന്മാരുടെ ആചാരം തന്നെ പാലിക്കണം, നിത്യകർമ്മങ്ങൾ ചെയ്യണം, നിത്യശ്രാദ്ധങ്ങൾ ചെയ്യണം, ഒക്കെ ചെയ്യണം. പക്ഷെ ഇനി അത് മതി, ഞാനിത് ത്യജിച്ച് സന്യാസത്തിലേക്ക് പോകുന്നു. ന അമൃതത്വസ്യ ഹി ആശാസ്തി വിത്തേന എന്നാണ് ഡയറക്റ്റായിട്ട് യാജ്ഞവൽക്യൻ പറയുന്ന വാക്ക്. ഈ കിട്ടിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് അമൃതത്വം കിട്ടുമെന്ന് പറയാൻ വയ്യ. കാരണം മനസ്സിന് വിക്ഷേപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ വീട്ടിൽ നമ്മൾ ധ്യാനിക്കാനിരുന്നുള്ള സ്ഥിതി ഏകദേശം ആരെങ്കിലുമൊക്കെ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. വീട്ടിൽ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് യാജ്ഞവൽക്യൻ പറഞ്ഞു, എന്തായാലും ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചു, ഇനി എനിക്ക് സമാധാനമായിട്ട് ഒന്ന് ധ്യാനിക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്യണം, അതുകൊണ്ട് ഞാൻ വീട് വിട്ടു പോകുന്നു. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അപ്പോഴേ അത് പൂർണ്ണമാകുള്ളൂ. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമിജികൾ പറയുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടുള്ള പരിപാടി വേണ്ട, ഒന്ന് കഴിഞ്ഞ് സമാധാനമായിട്ട്, ചിത്തം സമാധാനമായിട്ട് പിന്നെ രണ്ടാമത്തെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതിയെന്ന്. അപ്പോൾ ഇതെല്ലാം ചേർത്തതാണ് നമ്മുടെ ധർമ്മം. ഇപ്പോൾ 10 മിനിറ്റ് അധികം ഇന്നെടുത്തു. അപ്പോൾ മഴ വന്നപ്പോൾ എന്തായാലും മഴ കുറച്ച് സമയം നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ആൻസർ അങ്ങനെ തുടർന്നതാണ്. എന്തായാലും ഇനിയും നമുക്ക് വരുന്ന 2 ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള 2-3 സവിശേഷതകളെക്കുറിച്ച് ചിന്തിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ
പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ.